കുടുംബം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ആരാണ് കൂടേണ്ടത്? സ്ത്രീയും പുരുഷനുമാണ് കൂടേണ്ടത്. സ്ത്രീയും പുരുഷനും കൂടുക എന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. എങ്ങനെങ്കിലും കൂടല്ലോ. ഇത് മുഴുവൻ കേൾക്കണേ, കേട്ടപാട് പോയരുത്, അപകടം ഉണ്ടാവും. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുക, സ്ത്രീയും പുരുഷനുമാണ് കൂടേണ്ടത്. എന്തിനാണ് അല്ലാഹു അങ്ങനെ കൂടാൻ പറഞ്ഞത് എന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അല്ലാഹുവിന്. ആരാണ് കൂടേണ്ടത് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. സ്ത്രീയും പുരുഷനും കൂടുക, അതിനാണ് കുടുംബമാവുക എന്ന് നമ്മൾ പറയാറുള്ളത്. നിക്കാഹ് എന്ന് നമ്മൾ പറയാറുള്ളത്, വിവാഹം എന്ന് പറയാറുള്ളത്. പേര് ഇതിന്റെയൊക്കെ പേര് ഒന്നെ സംഗതി. നിക്കാഹ് കുടുംബമാവുക, വിവാഹം ചെയ്യുക, വിവാഹിതനാവുക. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നിക്കുന്നതിനാണ് നമ്മൾ പറയാറുള്ളത്. സ്ത്രീയും പുരുഷനുമാണ് ഒന്നിക്കേണ്ടത്. പുരുഷനും ഒന്നിക്കാൻ പാടില്ല. ഒന്നിക്കാന്ന് പറഞ്ഞതിനർത്ഥം വിവാഹം ചെയ്യാൻ പാടില്ല. സ്ത്രീയും പുരുഷനുമാണ് വിവാഹിതരാവേണ്ടത്. പുരുഷൻ പുരുഷനെയോ സ്ത്രീ സ്ത്രീയെയോ വിവാഹം ചെയ്യാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ചേരുന്നതിനാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ചേരുന്നതിനാണ് വിവാഹം എന്ന് പറയാറുള്ളത്, നിക്കാഹ് എന്ന് പറയാറുള്ളത്. ഇഷ്ടമുള്ള പുരുഷന് ഇഷ്ടമുള്ള സ്ത്രീയുടെ കൂടെ ഇഷ്ടമുള്ളപ്പോഴെല്ലാം ചേരാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനതിന് കർക്കശമായി ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വിവാഹിതരായതിന് ശേഷമേ അവർക്ക് ഒന്നിക്കാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലൊരു പ്രത്യേകമായി നിയമങ്ങളൊന്നുമില്ലാത്ത സ്ഥലമാണല്ലോ സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച് സ്വർഗത്തിൽ കിടത്തുകയാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വഖലഖ മിൻഹാ സൗജഹാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാരിയെല്ലിലെ ഇടതുഭാഗത്തുള്ള ഏറ്റവും മുകളിലെ വാരിയെല്ലിൽ നിന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹു സൃഷ്ടിക്കുന്നത്. ആദം അലൈഹിസ്സലാം ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് തന്റെ ചാരത്തിരിക്കുന്ന ഒരു പെണ്ണിനെയാണ്. ആദം അലൈഹിസ്സലാം സുന്ദരിയായ ഒരു പെണ്ണ് തന്റെ ചാരത്തിരിക്കുമ്പോൾ ആ പെണ്ണിനെ സ്പർശിക്കാനായി ആദം അലൈഹിസ്സലാം കൈവക്കുകയാണ്. ഉടനെ വന്നു അല്ലാഹുവിന്റെ കൽപ്പന, ആദമേ സ്പർശിക്കാനായില്ല, ഹവ്വയെ സ്പർശിക്കണോ, നിക്കാഹ് ചെയ്യണം ആദമേ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ കൽപ്പന വരെ നിക്കാഹ് ചെയ്യണം. ആദം അലൈഹിസ്സലാമിന് നിക്കാഹ് പരിചയമില്ലല്ലോ. മനുഷ്യ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ നിക്കാഹാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നത്. ആദം അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ നിക്കാഹ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ആദമേ ഹവ്വാക്ക് മഹർ കൊടുക്കണം ആദമേ അലൈഹിസ്സലാം. സ്വർഗ്ഗത്തിലെ നിക്കാഹ് അങ്ങനെയുണ്ട്, മഹർ കൊടുക്കണം. നിക്കാഹ് ചെയ്യാതെ ഒന്നിക്കാൻ ഒരുമിക്കാനും പാടില്ല. നിക്കാഹ് ചെയ്യാതെ ഒന്നിക്കാൻ പാടില്ല, ഒരുമിക്കാൻ പാടില്ല. നിക്കാഹ് ചെയ്യണമെന്ന് ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു. ആദം നബിക്ക് നിക്കാഹ് പരിചയമില്ല, നമ്മക്കൊക്കെ നിക്കാഹ് പരിചയമുണ്ട്. എന്താ കാരണം? കുറെ നിക്കാഹ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ നിക്കാഹോ കല്യാണമൊക്കെ നടത്തുകയാണെങ്കിൽ ആ കുട്ടികൾ ഗാനമേളന്റെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരും. ഗാനമേളന്റെ ആളുകളെ. എന്താ കാരണം? നമ്മൾ കല്യാണം നടത്തുമ്പോൾ ഗാനമേള ഉണ്ടാവില്ല. അപ്പൊ ചെറിയ മക്കൾ മനസ്സിലാക്കണത് നിക്കാഹിന് ഗാനമേള എന്താ സുലൈമാൻ നിർബന്ധമാണ്. അപ്പോൾ ഗാനമേള ആളെ പോയി ഏൽപ്പിക്കും. അത് നമ്മൾ അനർത്ഥങ്ങൾ നിക്കാഹിനോടും വിവാഹത്തോടും അനുബന്ധിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ആദം അലൈഹിസ്സലാം അതിന്റെ മുമ്പ് ഒരു നിക്കാഹ് നടന്നത് ആദം നബി കണ്ടിട്ടില്ല, മനുഷ്യ സമൂഹത്തിൽ പരിചയമില്ല. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോഴാണ് ആദം അലൈഹിസ്സലാം എന്താണ് മഹർ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്. അല്ലാഹു തനിക്ക് ആദമിനെ എനിക്ക് ഹവ്വായെ ഒരുക്കി തന്ന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാവണല്ലോ മഹർ കൊടുക്കേണ്ടത്.
അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം അസ്സലാത്തു അലാ റസൂലില്ലാഹ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലി അത് മഹറായി സമർപ്പിച്ചുകൊണ്ടാണ് ഹവ്വാ ബീവിയെ വിവാഹം ചെയ്തത്. അങ്ങനെ കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ള സാധനാവണം മഹർ കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചതുകൊണ്ട് സ്വലാത്തു ചൊല്ലി വിവാഹം ചെയ്തു. സ്വർഗത്തിൽ സ്വർണ്ണോ പൊന്നോ തങ്കോ പിന്നെ പവയോ മുത്തോ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ ഒക്കെ സ്വർഗത്തിലുണ്ട്. പക്ഷെ സ്വലാത്താണ് ആദം അലൈഹിസ്സലാം മഹറായി കൊടുത്തത്. അപ്പൊ ചേരുക എന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. ഈ ചേരുന്നതിനാണ് നിക്കാഹ് എന്ന് പറയാറുള്ളത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ നിക്കാഹ് ചെയ്യേണ്ടേ? കുറെ കാലം ഓളെ കൂടെ ഒന്നിച്ച് ജീവിച്ച് ബാംഗ്ലൂരിൽ ടൂർ പോയി, കോഴിക്കോട് കടപ്പുറത്ത് പോയിരുന്നു, കണ്ണൂരിൽ പോയി, മൈസൂരിലേക്ക് ടൂർ പോയി, ഇങ്ങനൊക്കെ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നെ അല്ല നിക്കാഹ് ചെയ്യേണ്ടത്. അങ്ങനല്ല. ഇസ്ലാം പഠിപ്പിച്ചൊരു പാശ്ചാത്യ സംസ്കാരം നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരേണ്ടത് നല്ല ശ്രദ്ധിക്കണം. ഇറ്റലിയിലുണ്ട് എനിക്കൊരു സുഹൃത്ത്. ഇറ്റലിയിൽ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. അദ്ദേഹം മൊയ്തീൻ കുട്ടി എന്നാണ് അവരുടെ പേര്. മൊയ്തീൻ കുട്ടി എന്നാണ് അവന്റെ പേര്. ഇറ്റലിയിലാണ്. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, എപ്പോഴും വിളിക്കാറുണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പ് ഹജ്ജിനുണ്ടായ സുഹൃത്താണ്. ഒരിക്കൽ നാട്ടിൽ വന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഈ തവണ ലീവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എന്നിട്ട് മൂപ്പർ എന്നോട് പറയാം, എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇറ്റലി കാണാൻ ആഗ്രഹമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ലോകത്തെ ഏത് നാട് കാണാന്നുള്ള ആഗ്രഹം തന്നെയല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ പറ്റിയ നാടല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ പറ്റിയ നാട്ടിൽ എനിക്ക് പോകാൻ പറ്റൂല എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, സംസ്കാരമൊക്കെ വളരെ മോശം, സ്ത്രീകളൊക്കെ വളരെ മോശമായി വേഷവിധാനം ചെയ്താണ് നടക്കാറുള്ളത്. അതുകൊണ്ട് അവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ കണ്ണ് നല്ല പോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അയാൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഞാൻ ചെന്നിട്ടാണ് ഇനി എന്റെ മുതലാളിയുടെയും വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ചെറുപ്പക്കാരാണോ മോലാളി? എന്നോട് ഞല്ല, വയസ്സായ തന്തിയും തള്ളിയാണ്. 65 വയസ്സ് തള്ളക്കുണ്ട്, 75 വയസ്സ് ഇയാൾക്കുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴാ കല്യാണം കഴിക്കണേ? അത് എന്നോട് പറഞ്ഞ് 3 കുട്ടികളിലേക്ക് കഴിഞ്ഞു. അപ്പൊ കുട്ടികളൊക്കെ കഴിഞ്ഞ് മരിക്കാൻ കാലത്താണ് നിക്കാഹ് ചെയ്യണേ. അല്ല, അതുവരെ സ്വതന്ത്രമായി ഒന്നിച്ച് ജീവിക്കുക അല്ലാഹുവിന്റെ ദീൻ അനുവദിച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പമാരോടാണ്, ഉമ്മമാരോടാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് ചെയ്യണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സമയമായാൽ പിന്തിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നല്ല സ്വലാത്തല്ലേ, കുറച്ചേരൊക്കെ പറയുള്ളൂ, എന്നിട്ട് നമുക്ക് വേറെ പിരിഞ്ഞു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമയമായാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് പിന്തിക്കാൻ പാടില്ല. ഒന്ന്, കടം വാങ്ങിയാൽ അതിന്റെ അവധി എത്തിയാൽ കടം നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കണേ. ഒരാളോട് നമ്മൾ പണം വായ്പ വാങ്ങി അതിന് നമ്മൾ അവധി പറയുകയും ചെയ്താൽ, അവധിയായാൽ പെട്ടെന്ന് ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കണം എന്ന്. അവധിയായ പിന്നെ ആളെ കാണാനേ ഇല്ല, മൂപ്പരും എല്ലാം ഗൾഫിക്ക് മുങ്ങി, അങ്ങനല്ല ചെയ്യേണ്ടി. സമയമായ വേഗം കൊടുക്കണം. ഒന്നതാണ് നേരമായാൽ പിന്തിക്കാൻ പാടില്ല. രണ്ട്, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിച്ചാൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഖബറടക്കം ചെയ്യണേ. ഒരാൾ മരിച്ചാൽ അയാളെ പുതിയാപ്പിള വരാണ്ട് ഉസ്താദേ, പിന്നെ മോന് കഫീലിന്റെ അടുത്തേക്ക് എക്സിറ്റ് അടിക്കാൻ വേണ്ടി പേപ്പർ ശരിയാക്കാൻ പോയി ഉസ്താദേ, അതുകൊണ്ട് ഓന്റെ വിവരം കേട്ട ഉസ്താദേ, എന്നിട്ട് മയ്യത്തെടുക്കും ഉസ്താദേ, അങ്ങനെല്ലാം പറയണ്ടേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ സ്വഭാവം ഇവിടെ ഉണ്ടോ? ഹാജി അങ്ങനെ ഉണ്ടോ? മോശമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതിന് എതിരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച പോലെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചോദിക്കും, ഉസ്താദേ, ആ വാപ്പന്റെ മുഖം അവസാനം കുട്ടിക്ക് കാണാൻ പോയി, എന്താ കണ്ടിട്ട്?
കണ്ടിട്ട് കാണൽ സുന്നത്ത് പോലുമില്ല. കാണണ്ടെന്നല്ല, നാട്ടിലുള്ളിൽ കാണണ്ടെന്നല്ല. 20 മണിക്കൂർ, 18 മണിക്കൂർ, 12 മണിക്കൂർ, 10 മണിക്കൂർ ഈ മയ്യിത്തിനെ ബന്ധിപ്പിച്ചു. ഇതിന് മോന് കാണാൻ കേട്ടോ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മോളാ. ബദർ യുദ്ധത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോൾ റുഖിയ ബീവി രോഗിയാണല്ലോ. എല്ലാവരോട് കേട്ടോളി, മയ്യിത്ത് മരിച്ചു കഴിഞ്ഞാൽ ഇനി പുതിയാപ്പിള വരാണ്ട്, അയാൾ ഗൾഫിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുള്ളൂ, ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞ് ബന്ധിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. അതിനാ ഞാൻ ഈ ചരിത്ര സംഭവം പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ മകളാണ് റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ റുഖിയ ബീവി രോഗിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, റുഖിയ ബീവിയെ ശുശ്രൂഷിച്ചു കഴിഞ്ഞോളൂ എന്ന്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു രോഗിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിൽക്കുകയാ ചെയ്തത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു നാട്ടിൽ മദീനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് റസൂലുള്ളാഹി ചെന്നല്ലോ. പുണ്യ നബി ചോദിച്ചു, ആയിഷ, എന്റെ റുഖിയ മോളുടെ വിവരം എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, റുഖിയ മോൾ ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ നബിയേ എന്ന്. ആയിഷ, എപ്പോഴാണ്? ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, റുഖിയ മോളുടെ ശരീരമതാ മയ്യിത്തതാ ഖബറടക്കം ചെയ്യാനായി ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖീയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന രംഗമെന്താ? റുഖിയ മോളെ ഖബറിലേക്ക് താഴ്ത്തി വെച്ച് ഖബറിന്റെ സൈഡിലുള്ള കല്ലുകളെല്ലാം അടക്കി വെച്ച്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഖബറാണ്, അവിടെ ലഹദ. ഖബറും ലഹദും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഖബർ നേരെ വെക്കലാണ്. ലഹദ് എന്ന് പറഞ്ഞാൽ നേരെ കുടിച്ചിട്ട് പിന്നെ ഉൾഭാഗത്തേക്കൊന്ന് തുരക്കോ, എന്നിട്ട് മയ്യിത്ത ഉൾഭാഗത്തേക്ക് വെച്ച് കല്ലുകൾ സൈഡിൽ വെക്കലാണല്ലോ പതിവ്. കല്ലെല്ലാം വെച്ചു കഴിഞ്ഞ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞ് ചുറ്റുഭാഗത്തും നിൽക്കുന്ന സ്വഹാബികൾ മണ്ണങ്ങനെ വാരിയിടുകയാണ്. അപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് എത്തുന്നത്. റുഖിയ മോളുടെ മുഖം കാണാൻ പോലുമുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബിന്. അതിന്റെ അർത്ഥം റസൂലുള്ള മോശക്കാരനാണ് ആണോ? അല്ല, ദീൻ പഠിപ്പിച്ചതാണ്. എന്തേ സഹാബികൾക്ക് ബന്ധിച്ചൂടെ? റസൂലുള്ള വറ്റെ റസൂലുള്ളാഹിന്റെ മോളല്ലേ, എന്നിട്ട് ഖബറടക്കം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമയമായാൽ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞ കാര്യമാണത്. വിഷമായോ? വിഷമായോ? സുലൈമാനജി വിഷമായോ? വിഷമായ ഇത് പറയാക്കാൻ പറ്റില്ല, ദീന് പറയാക്കാൻ പറ്റുമോ? ദീൻ പറയും. ദീൻ പറയാനല്ലേ നമ്മളത് ചെയ്യുന്നതിൽ. എന്തുകൊണ്ടായി? 2 കാരണം. ഒന്ന്, മരിച്ചാള് മോശം നിൽക്കുക. എന്തിനാണ് ആ സാധനം തന്നെ വീട്ടിൽ ഇങ്ങനെ വെക്കുന്നത്? മരിച്ച ആൾ നല്ല ആളാണെന്ന് വെക്കുക. നിങ്ങളുടെ പിതാവ് മുഅ്മിനായ മനുഷ്യനാണ്, നിങ്ങളുടെ അനുജൻ മുഅ്മിനായ മനുഷ്യനാണ്, നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരി മുഅ്മിനത്തായ സഹോദരിയാണ്. മരിച്ച ആള് മുഅ്മിനാന്ന് വിചാരിക്കുക, അയാളെ വെക്കുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമില്ല. കാരണം അയാൾ എങ്ങനെ പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമു. എന്തിനാ ചങ്ങായിമാരെ എന്നെ ഇവിടെ വെച്ചത്? വേഗം ഒന്ന് കൊണ്ടുപോയി വെക്കിടൂ. എനിക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യങ്ങളില്ലേ, ആ സൗഭാഗ്യം എനിക്ക് വേഗം കിട്ടാൻ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടു എന്ന് പറയാം. എന്തിനാ പിന്നെ വാപ്പാനെ ഇടങ്ങാറാക്കണം? എന്തിനാ വാപ്പാനെ ഇടങ്ങാറാക്കുന്നത്? മരണപ്പെട്ട ആൾ മുഅ്മിനല്ലയോ? അയാൾ
അല്ലാഹുവിന്റെ ലഅനത്തുള്ള ആളായിരിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ആ മയ്യിത്ത് പിന്നെ വീട്ടിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ലഅനത്ത് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്? കബറടക്കം ചെയ്താളി. രണ്ട് ന്യായം അതിന് പറഞ്ഞത്. രണ്ടിനും പറഞ്ഞ ന്യായം അതാണ്, രണ്ടതാണ്. 3, വിവാഹപ്രായമായാൽ നിങ്ങൾ മക്കളെ വിവാഹം ചെയ്യിപ്പിക്കണേ എന്ന് അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി. വിവാഹത്തിന്റെ പ്രായമായാൽ മക്കളെ വിവാഹം ചെയ്യിപ്പിക്കണേ. ഏതാ വിവാഹത്തിന്റെ പ്രായം? ഉണ്ടില്ലല്ലോ. വിവാഹത്തിന്റെ പ്രായം ഏതാണ്? 18. അത് ഇന്ത്യന്റെ നിയമമാണ്. ആയിക്കോട്ടെ, അത് പറയാം. എനിക്ക് പറയണ അതേ പറയാൻ പറ്റുള്ളൂ, അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇസ്ലാം വിവാഹത്തിന്റെ പ്രായം പറഞ്ഞത് എത്രയാണ്? ഇസ്ലാം വിവാഹത്തിനൊരു പ്രത്യേകമായ പ്രായപരിധി പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ലൈംഗിക ആസക്തി തീർക്കാനുള്ള മാധ്യമമായല്ല. ഇവിടെയാണ് ഇസ്ലാമും ലോകവും തമ്മിൽ രണ്ട് വഴിക്ക് പിരിഞ്ഞുപോയത്. ഇസ്ലാമും ലോകവും തമ്മിൽ പിരിഞ്ഞുപോയത് എവിടെയാണ്? ഇവർ പറയുന്നു ഇസ്ലാമിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിച്ച മതമോ ഇസ്ലാമോ? അതിന് ഇസ്ലാം വിവാഹത്തെ കാണുന്നത് ലൈംഗികമായ ആസക്തി തീർക്കാൻ മാത്രമുള്ളൊരു വഴിയായല്ല. ഇസ്ലാം വിവാഹത്തിലൂടെ ഒന്നാമതായി ലക്ഷ്യമാക്കിയത് സംരക്ഷണമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംരക്ഷണ. അതുകൊണ്ടാണ് നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഇബ്രാഹിം നിക്കാഹ് ചെയ്തില്ലേ, കൊടുത്തില്ലേ? പെമ്മക്കല്ലേ? നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയാ? സുലൈമാനിക്ക് പെമ്മക്കുണ്ടോ? എത്ര മക്കളാ? ഒരു പെണ്ണോ? വലിയ ഭാഗ്യമുള്ള മനുഷ്യനാ, ഒരു പെണ്ണുള്ളൂ. മൂപ്പര് ഭാഗ്യമുള്ള ആളോ ഇനി കുട്ടി ഭാഗ്യമുള്ള ആളോ എന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറയാറുള്ളത്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബി. അല്ലാഹു കൽപ്പിച്ച പോലെ ഞാൻ എനിക്ക് നിന്റെ പൊന്നുമോളെ വിവാഹം ചെയ്തു തരികയാണ്. മിൻ ഇംസാകിൻ ബിമഅറൂഫ്, നല്ല രീതിയിൽ നിങ്ങൾ എന്റെ പൊന്നുമോളെ സംരക്ഷിക്കണേ എന്ന കരാറിൽ. സംരക്ഷണാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതുകൊണ്ടാണ് പറയണത് എന്റെ പൊന്നുമോളെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നല്ല രീതിയിൽ നിങ്ങൾ തിരിച്ചു തരണേ എന്ന കരാറിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ പൊന്നുമോളെ വിവാഹം ചെയ്തു തരുന്നു എന്നാണ് പറയുന്നത്. ഉടമ്പടിയാണ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ടുള്ള ഉടമ്പടിയാണ്. അതാ നിക്കാഹ്. നിക്കാഹ് എന്ന കളിയല്ല, കാര്യമാണ്. നിക്കാഹ് എന്നാൽ കളി തമാശയല്ല. ഇന്നൊരുത്തിയെ നിക്കാഹ് ചെയ്ത് നാളെ ത്വലാഖ് ചൊല്ലി, മറ്റന്നാൾ വേറൊരുത്തിയെ നിക്കാഹ് ചെയ്ത് അടുത്ത ആഴ്ച അവളെ ത്വലാഖ് ചൊല്ലി കളിക്കാനുള്ള സംഗതിയല്ല നിക്കാഹ്, കാര്യമാണ് നിക്കാഹ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇത് പറയുന്നത്. ഇസ്ലാം ഒന്നാമതായി വിവാഹത്തിലൂടെ കാണുന്ന സംരക്ഷണമാണ്. എന്നാൽ ലോകം കാണുന്നത് കല്യാണം കഴിക്കാറുണ്ട് ലൈംഗികാസക്തി തീർക്കാനുള്ള മാധ്യമമായിട്ടാണ് ലോകം കാണുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമും ലോകവും രണ്ടു വഴിക്ക് പോയത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എന്തുകൊണ്ട് വിവാഹത്തിന് പ്രായം നിശ്ചയിച്ചില്ല എന്ന് ചോദിക്കുന്നവരില്ലേ? ഒരു പ്രായം ഇസ്ലാം വിവാഹത്തിന് നിശ്ചയിച്ചിട്ടില്ല. ഒരു പെണ്ണ് ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, ആ കുട്ടി എപ്പോ തന്നെ വേണം നിക്കാഹ് കൊടുക്കാൻ. പക്ഷേ ശാരീരികമായി ബന്ധപ്പെടാനുള്ള അവസ്ഥയിലെ ആ പുതിയ പളുക്ക് കുട്ടിയെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. ശാരീരികമായി പൊട്ടി വന്നതിന് ശേഷം ഒരു പെണ്ണിന് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനുള്ള അവസ്ഥ വന്നതിന് ശേഷം അതുമായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം വെറുതെ പറയില്ലല്ലോ. അപ്പോ സംരക്ഷണമാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കിയത്. അതുകൊണ്ടാണ് പ്രത്യേകമായ പ്രായപരിധി നിശ്ചയിക്കപ്പെടാതിരുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിവാഹത്തിന്റെ പ്രായമായ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് വിവാഹത്തോട് താല്പര്യമുണ്ടായി, ഒരു പെണ്ണിനും വിവാഹത്തോട് താല്പര്യമുണ്ടായാൽ പിന്നെ ആ പെണ്ണിന്റെ ആ പുരുഷന്റെ വിവാഹം നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രായമായ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തില്ല എങ്കിൽ തകുൻ ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ അരീം, ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ നേരെ മാത്രം ചില മനുഷ്യന്മാർ ഇത് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ മഹാത്മാഗാന്ധി പെണ്ണിട്ട് എത്രാമത്തെ വയസ്സിലാണ്? മഹാത്മാഗാന്ധി കല്യാണം കഴിച്ച എത്രാമത്തെ വയസ്സിലാന്ന് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞേ? 13. വയസ്സിൽ പെണ്ണിട്ടാണ് മഹാത്മാഗാന്ധി. എല്ലാവരും റസൂലുള്ളാഹിക്ക് നേരെ പാഞ്ഞു കയറുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെയാണ് പാഞ്ഞു കയറാറുള്ളത്. 13 വയസ്സിലാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി വിവാഹം ചെയ്തത്. എന്തേ? മുസ്ലിം അല്ലല്ലോ മഹാത്മജി. അപ്പൊ എല്ലാ മതത്തിന്റെയും രേഖകളും ഏടുകളൊക്കെ പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ചില ആളുകൾ ഇത് ഉപയോഗിക്കാറുള്ളത്. ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാം വിവാഹത്തിലൂടെ ഉദ്ദേശിച്ചത് സംരക്ഷണമാണ്. വിവാഹപ്രായമായ പെൺമക്കളെയും ആൺമക്കളെയും ആ സമയത്ത് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തില്ലേ, തകുൻ ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ അരീം, ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ. പ്രായപൂർത്തിയായി വിവാഹത്തോട് താല്പര്യമുണ്ടായി, സമയം നേരം നോക്കണ്ട, സ്ഥലമൊക്കെ 2 വർഷം കൂടി MBBS പൂർത്തിയാക്കണ്ട, അവിടെ കഴിഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല, നിങ്ങൾ വേഗം കല്യാണം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ലോകത്ത് വമ്പൻ നാശങ്ങൾ ഉണ്ടാകും. ശരിയല്ലേ? ശരി തന്നെയല്ലേ? ഞാൻ പറയണോ നിങ്ങളോട്? ഞാൻ എന്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പെൺകുട്ടികളെ നിങ്ങൾ ഉയർന്ന് പഠിപ്പിച്ചോളൂ, പഠിപ്പിക്കുന്നതിന് എതിരല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇസ്ലാമികമായി പൂർണ്ണമായ ചുറ്റുപാടുകളും ഇസ്ലാമികമായ രീതിയും ഉണ്ടാകണം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വ്യതിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ പെൺകുട്ടികളെ ഉയർന്ന് പഠിപ്പിക്കുകയാണോ? പഠിപ്പിച്ചോളൂ. പക്ഷേ വിവാഹപ്രായമായോ വിവാഹം ചെയ്തു കൊടുത്തോളൂ എന്റെ സഹോദര. കുട്ടികൾ തെറ്റിലേക്ക് വഴുതി വീഴാതെ, തെറ്റുകളും അബദ്ധസഞ്ചാരങ്ങളും ജീവിതത്തിൽ ഇല്ലാതെ സുന്ദരമായ ജീവിതം അവർക്ക് കെട്ടിപ്പടുക്കാനും കഴിയും എന്റെ സഹോദരങ്ങളെ. എന്തിനാ പലതും പറഞ്ഞിട്ട് ബന്ധിക്കണേ? എനിക്കറിയാം, ഒരാള് സമയത്ത് കല്യാണം ചെയ്തു കൊടുത്തില്ല, ആ കുട്ടി MBBS കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ആ കുട്ടിക്ക് കല്യാണം ഒന്നും ശരിയാണ്. അതെന്നെ കല്യാണം ചെയ്താൽ എങ്ങനെ അറിയും? ഒരു സാധാരണക്കാരെ കല്യാണം കഴിച്ചാൽ എന്താ കിട്ടില്ല. അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ പഠിപ്പിക്കട്ടില്ലേ? എന്താ കാരണം? പഠിപ്പിച്ചു നോക്കുമ്പോൾ പിന്നെ ഓക്ക് അനുയോജ്യമായ തന്നെ കിട്ടണ്ടേ. അങ്ങനെ തെരഞ്ഞ് ഡോക്ടറെ തെരഞ്ഞ് ആരും കിട്ടിയില്ല. അവസാനം ഒരു നാടനെ കല്യാണം ചെയ്തു. എല്ലാം എന്ത് ചെയ്യാൻ? സമയത്ത് കല്യാണം ചെയ്ത് കൊടുക്കണം. സമയത്ത് കൊടുക്കേണ്ട സാധനം സമയത്ത് വിറ്റിട്ടില്ല, പിന്നെ വിശപ്പില്ല. അന്നൊക്കെ ഇനി കുറേ പൈസ കിട്ടാൻ സാധ്യത ഉണ്ട് തന്നെ പറമ്പൊക്കെ പിടിച്ചു വെച്ച ആൾക്കാരല്ലേ, കച്ചവടം ചെയ്യാനെടുത്ത പറമ്പ്. ഓടിന്റെ നിയമം വന്നപ്പോൾ പൈസ കുത്തനെ താഴ്ന്നു. കോഴിക്കോട്ടൊക്കെ പല ആൾക്കാർ എടുത്തതിനേക്കാളും കുറച്ചാണ് കൊടുത്തത്. സമയത്ത് വിറ്റോളം. ഒരു സാധനത്തിന് ഡിമാൻഡുള്ള സമയത്ത് കൊടുത്തോളാം. ഒരു സാധനത്തിന് ഡിമാൻഡുള്ള സമയത്ത് ഇതിനെ വിറ്റഴിക്കാൻ ശ്രമിക്കണം എന്ന് നമ്മുടെ നാടിന്റെ നിയമം, രാജ്യത്തിന്റെ നിയമം 18 വയസ്സാകണം എന്നതാണല്ലോ. ഇത് മാത്രല്ല, അപ്പൊ കണ്ടില്ല നിങ്ങള് 3 തലാഖ് ചൊല്ലിനോനെ ക്രിമിനൽ കുറ്റം ചുമത്തി അവനെ ജയിലിലടക്കണം എന്നാ പുതിയ നിയമം. ഇപ്പൊ അടുത്ത നിങ്ങൾ കണ്ടോ? ഇന്ന് പത്രത്തിൽ വേറൊന്നും കണ്ടങ്ങളെ എന്താ ബഹുഭാരിത്വം നിരോധിക്കണമെന്ന്, ഒന്നിലേറെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമം, വിവാഹം ചെയ്യാം എന്ന നിയമം റദ്ദ് ചെയ്യണം എന്ന് ഇന്ത്യ രാജ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ലതുൻഖലന്ന ഉറൽ ഇസ്ലാമി ഉറവതൻ ഉറവാ. ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും എടുത്തു നീക്കപ്പെടും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅവ്വലുഹുന്ന നഖലാ, ആദ്യമായി എടുത്തു നീക്കപ്പെടുന്നത് അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ്, അല്ലാഹുവിന്റെ നിയമമനുസരിച്ച് ദീനനുസരിച്ച് വിധിക്കാൻ പാടില്ല എന്ന നിയമം വരും. ശരീഅത്ത് രാജ്യത്ത് പാടില്ല എന്നുള്ള ഒരു സംവിധാനം വരും. പുണ്യനബി പറയാം അതിൽപ്പെട്ടതാണ്. ഓരോന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഞങ്ങനെ നിരോധനം വന്നുകൊണ്ടിരിക്കും. ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞാൽ പെണ്ണിന് തലമറച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം വരുമോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
പറയൂ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ അവസാനമായി എടുത്തു നീക്കപ്പെടുന്ന നിയമമേതാ? നബി പറയാണ് നിസ്കരിക്കാൻ പാടില്ല എന്ന നിയമം വരും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നിലേറെ വിവാഹം ചെയ്യാൻ പാടില്ല, ഒന്നിലേറെ വിവാഹം ചെയ്യുന്നത് നിരോധിക്കണം എന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ നേരെ കടന്നാക്രമണം നടത്താൻ ചില ആളുകൾ പ്രയോഗിക്കുന്ന വഴികളാണിത് എന്നർത്ഥം. ഏതായാലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സമയമായാൽ നിക്കാഹ് ചെയ്യണം എന്ന്. നിങ്ങൾക്കറിയോ, ഒരു മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ഉണ്ട് ഫറൂഖ് കോളേജിൽ, ഡോക്ടർ മുഹമ്മദ് ഹസൻ. അറിയോ? കേട്ടിട്ടില്ല? ഫറൂഖ് കോളേജിലാണ് മുഹമ്മദ് ഹസൻ. അയാൾ ഒരിക്കൽ ദാറുൽ ക്ലാസ് എടുക്കാൻ മതി. മൂപ്പര് പറഞ്ഞു നേരത്തെ കല്യാണം കഴിക്കണം. മൂപ്പര് നേരത്തെ കല്യാണം കഴിച്ചാലാണ് 18ാമത്തെ വയസ്സിൽ പെണ്ണിട്ടാണ്. 18ാമത്തെ വയസ്സിൽ അശ്രമാജി ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ വയലേക്കിട്ട് എനിക്ക് ചീത്ത കേൾക്കാനൊക്കെ സാധ്യതയുണ്ട്. ദീന് പറയാക്കാൻ പറ്റുമോ? 18ാമത്തെ വയസ്സിലാണ് മൂപ്പര് കല്യാണം ചെയ്തത്. 18ാമത്തെ വയസ്സിൽ കല്യാണം ചെയ്തിട്ട് അയാൾ പറയാം, എനിക്ക് 40ാമത്തെ വയസ്സ് 45 വയസ്സായപ്പോ എൻ്റെ കുട്ടികൾ നല്ല ജഗിടം മക്കൾ എടുത്തും വലുത്തും. 40 അയാൾക്ക് പെൺമക്കൾ. അയാൾ പറയാം, ഞാനിപ്പോ ഞാൻ മരിച്ചു പോയി നിൽക്കുക, എനിക്ക് ബേജാറില്ല, കാരണം എൻ്റെ കുട്ടികൾ ഒന്നൊന്നിന് പോകുന്നവരാണ്. 50ാമത്തെ വയസ്സ് അയാൾക്കായപ്പോൾ അയാൾ പറയുകയാണ്, എന്റെ മക്കൾ എന്നോട് പറയണം, ഇനി വാപ്പ വിശ്രമിച്ചോളി, വാപ്പേ നിങ്ങൾ പണി നിർക്കണ്ട, ഇനി ഞങ്ങൾ നോക്കിയോളൂ. 50ാമത്തെ വയസ്സിൽ അയാൾ പറയാം, അപ്പൊ എന്റെ ചെറുപ്പം പോയിട്ടില്ല. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ പോലെയായിരുന്നു എപ്പോഴും ഞാൻ. ചില ആൾക്കാർ പറയണ്ടല്ലോ, ശൈശവ വിവാഹം നടത്തിയ സ്ത്രീക്ക് ആരോഗ്യം കുറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെയൊക്കെ അമ്മമാരോട് നിങ്ങൾ ചോദിക്കണം, ഉമ്മ നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം ചെയ്തു കൊടുത്തത്? ഞാൻ എൻ്റെ അമ്മനോട് ചോദിച്ചത്. എൻ്റെ അമ്മ പറഞ്ഞു 13ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മാനെ കല്യാണം ചെയ്തത്. എൻ്റെ ഉമ്മ 10 പ്രസവിച്ചിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ കല്യാണം ചെയ്തിട്ട് എൻ്റെ ഉമ്മ ആദ്യത്തെ കുട്ടിയെ പ്രസവിക്കുന്നത് 14ാമത്തെ വയസ്സിലാണ്. എൻ്റെ ഉമ്മക്ക് ഇപ്പൊ 78 വയസ്സായി ഉണ്ടാവും. ഇപ്പോഴും അശ്രവാജ് കാണല് നല്ല ആരോഗ്യം, ഒരു കുഴപ്പമില്ല. എന്തേ? അള്ളാഹു മനുഷ്യന് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ അർത്ഥങ്ങൾ 13ാമത്തെ കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത്, രാജ്യത്തിന്റെ നിയമം മാനിക്കണം, അത് വേറെ. ഞാൻ ഈ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടൊരു പ്രായം നിശ്ചയിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 10 പ്രസവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് 18ാമത്തെ വയസ്സിൽ 22ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കുന്ന കുട്ടികളോ? കുട്ടികൾ ആദ്യത്തെ സിസേറിയൻ, 2ാമത്തെ സിസേറിയൻ, സ്റ്റോപ്പ്. 35ാമത്തെ വയസ്സാകുമ്പോൾ പിന്നെ ബ്ലീഡിങ്, നിരന്തരം ബ്ലീഡിങ്. കാരണം എന്താ? ഇത് അള്ളാഹു ഉപയോഗിക്കാൻ തന്ന സാധന. ഉപയോഗിക്കാഞ്ഞാൽ അത് കേടാവും. ഒരു സാധനം അല്ലേ? അങ്ങനത്തെ സാധനല്ലേ? ഇല്ലേ? നിങ്ങളെ വീട്ടിലുള്ള ഫ്രിഡ്ജ് കുറെ കാലം ഉപയോഗിക്കാതെ വെച്ചു നോക്കിയാൽ പിന്നെ താനെ കേടായി പോകും. പിന്നെ നിങ്ങൾ ശരിയാക്കിയിട്ടില്ല, നമ്മൾ റിപ്പയർ ചെയ്യേണ്ടി. എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനം ഉപയോഗിക്കാതിരുന്നാൽ കേടായി പോകും. ഗർഭപാത്രം അള്ളാഹു പെണ്ണിന് ഗർഭം ധരിക്കാൻ തന്നതാണ്. ഉപയോഗിക്കാഞ്ഞാൽ അതിന് തകരാറ് വരും. അതാണ് ഗർഭപാത്ര മുഴകൾ. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്, ആരും പറഞ്ഞു കേട്ടൊന്നുമില്ല. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ദിനത്തിന്റെ അന്ന് സ്ത്രീകളിലെ ഗർഭപാത്ര ക്യാൻസറിനെ കുറിച്ച് സംസാരിച്ചല്ലോ. തിരുവനന്തപുരത്തെ ക്യാൻസർ സെന്ററിലെ ഒരു ലേഡി ഡോക്ടറാണെന്ന് റേഡിയോയിൽ സംസാരിച്ചത്. സ്ത്രീക്ക് ഗർഭപാത്ര ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് ആ ലേഡി ഡോക്ടർ എണ്ണി പറയുകയാണ്. 1, ഗർഭം ധരിക്കാൻ പെണ്ണ് വഴുകുന്നതാണ് അതിന്റെ ഒരു കാരണം. 2, ദീർഘകാലം ഗർഭം ധരിക്കാതിരിക്കുന്നതും അതിന്റെ കാരണമാണ്. നമ്മൾ ഇന്നത്തെ കാലം 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം ഒക്കെ ഗ്യാപ്പാ. എന്തിനായി ഗ്യാപ്പ്? മണ്ടില്ല. സുലൈമാനെ നിങ്ങളെ വാപ്പക്കുമ്പൊക്കെ എത്ര കുട്ടികളാണ് അറിയില്ല? 8 കുട്ടികളുണ്ടോ? സുലൈമാനാജിന്റെ വാപ്പക്കുമ്പൊക്കെ 8 കുട്ടികളാണ്. ആ ഉമ്മാനോട് ചോദിച്ചു നോക്കിയാണ് ഗ്യാപ്പ് എത്രയാണ്? അവന്റെ മോനെ പറയണ്ട, 2ാമത്തെ കുട്ടി മുല കുടിച്ച് തീർന്നിട്ടില്ല, അപ്പോഴേക്ക് ഞാൻ 3ാമത് ഗർഭിണിയായി. അങ്ങനൊക്കെ ആയിരിക്കും പറയാ പഴയ കാലത്തെ അമ്മമാര്. 2 കൊല്ലം മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ.
എൻ്റെ അമ്മ പറയല്ലേ, ഒരുത്തൻ ഇവിടെ അങ്ങനെ തുണി ഇവിടെ പിടിക്കും, മറ്റൊരുത്തൻ കോന്തല പിടിക്കും, വേറൊരാൾ കോളറ പിടിക്കും. അങ്ങനെ കുട്ടികളെ പോയിട്ട് നമ്മൾ ഇന്ന് പറയാ ഒന്നെ ഇടങ്ങാറ്. അപ്പൊ പിന്നെ ആ കുട്ടികൾ പറയാക്കോ ഉമ്മേ മഹാ ഇടങ്ങാറ്, ബാപ്പേ നമുക്കിനെ പറ്റുന്നില്ല. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു കുട്ടിയെ വേണ്ട എന്നൊരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണിനെ പിന്നെ മക്കൾ തിരിച്ചടിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടി. ഗർഭിണിയായ പെണ്ണ് പറയാൻ എനിക്ക് ഗർഭം ധരിക്കാനാവൂല, എനിക്ക് ഗർഭം ധരിക്കാനാവൂല, ഞാനിത് അബോർഷൻ നടത്തുകയാണ്. പെങ്ങളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്ന മക്കൾ നിങ്ങളെ തിരിച്ചടിക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സമയമായാൽ വിവാഹം ചെയ്യണം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു തകരാറില്ല. കല്യാണം കഴിഞ്ഞത് പഠിക്കണതിന് വല്ല വിഷമമുണ്ടോ? അതിന് ഉസ്താദേ കല്യാണത്തിന്റെ ചെലവൊക്കെ കൂടി വഹിക്കാൻ കഴിയുമോ? അതെവിടെയാണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? എന്താണ് ഉസ്താദേ? കല്യാണം കഴിക്കണമെങ്കിൽ 10-35 ലക്ഷം റുപ്യെങ്കിലും വേണ്ടി വരില്ലേ? നിങ്ങൾ പറഞ്ഞത് ഈ 18, 19, 20, 22, 23 വയസ്സുള്ള ചെറുപ്പക്കാരെ കല്യാണം ചെയ്താൽ അവരെവിടെ നിന്ന് കല്യാണത്തിന്റെ ചെലവ് വഹിക്കാൻ? നല്ലോണം ശ്രദ്ധിച്ചോട്ടോ. ഇസ്ലാം പഠിപ്പിച്ച വിവാഹത്തിന്റെ ചെലവ് എത്ര? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യാ മഅശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതാ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ നിന്ന് ആർക്കാണോ വിവാഹത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയുക, ഫല്യതസവ്വജ്, അവർ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി, അത് കണ്ണുകളെ തെറ്റായ നോട്ടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നതാണ്. വ അഹ്സനുൽ ഫർജ്, ഗുഹ്യ ഭാഗത്തെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും സഹായിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷന്റെ വിവാഹത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയുമെങ്കിൽ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്തൊക്കെയാ വിവാഹത്തിന്റെ ചെലവ്? കേട്ടോളൂ. ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാനും, ഒരു പെണ്ണിന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും, ഒരു പെണ്ണിന് മഹർ നൽകാനും ഒരു പുരുഷന് കഴിവുണ്ടോ? അയാൾക്ക് വിവാഹത്തോട് താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ കഴിയും, ഒരു പെണ്ണിന് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും, ഒരു പെണ്ണിന് മഹർ കൊടുക്കാൻ ഒരു പുരുഷന് കഴിയും. ആ പുരുഷന് വിവാഹത്തോട് താല്പര്യമുണ്ട്, എന്നാ ഒരു അവർ വിവാഹം ചെയ്തോട്ടെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? തുആമുൽ ഇസ്നൈനി കാഫി സലാസ, രണ്ടാളെ ഭക്ഷണം മതി, രണ്ടാളെ ഭക്ഷണം മതി. നിങ്ങൾ ഇന്ന് മിണ്ടാത്ത രണ്ടാളെ ഭക്ഷണം മതി. നിങ്ങളെ നാട്ടിൽ പുതിയാപ്പള സംസ്കാരം അല്ലല്ലോ. രണ്ടാളെ ഭക്ഷണം മതി, മൂന്നാക്ക്. അപ്പൊ വാപ്പിമ്മി മോനും മൂന്നാളുണ്ട്. തുആമുൽ സലാസതി കാഫിൽ അർബഅ, മൂന്നാളെ ഭക്ഷണം മതി നാലാക്ക്. അപ്പൊ നിങ്ങളെ മോനെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് എക്സ്ട്രാ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, മൂന്നാളെ ഭക്ഷണം തന്നെ നാലാക്ക് മതിയാവും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നേ. ഇനി രണ്ട്, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ, ഉസ്താദേ വിവാഹത്തിന്റെ അന്ന് തന്നെ 50,000 ഉറുപ്പികയുടെ വസ്ത്രം വാങ്ങണ്ടേ? അത് ഞമ്മളുണ്ടാക്കിയതാണ്. എന്താ കല്യാണത്തിന്റെ അന്ന് മാത്രം ഇടുന്ന ഡ്രസ്സിന് നിങ്ങൾക്ക് അറിയോ എത്ര റുപ്യെന്ന്? ഓപ്പറേറ്റർക്ക് അറിയോ? ആ സാധുവാടി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. 50,000 റുപ്യ ആരുണ്ടാക്കിയ? ഞമ്മളുണ്ടാക്കിയ. അതിന്റെ പേരാ ധൂർത്ത്. അതിന്റെ പേരാണ് ധൂർത്ത്. എന്താണ് വസ്ത്രത്തിന്റെ രീതി? എങ്ങനെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബിലും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചല്ലോ, ഒരു കാര്യത്തിലും ഇസ്രാഫ് ചെയ്യാൻ പാടില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതവ്യം ചെയ്യുന്ന ആള് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണ് കണ്ടു പോകുന്നതാണ്. പെണ്ണിനൊക്കെ കണ്ട് ഇഷ്ടമായാൽ പിന്നെ ഒരു പരിപാടി ഉണ്ടല്ലോ. എന്താ പരിപാടി?
സുലൈമാനെ ചെന്ന് സഹായിക്കും. നിങ്ങളെ നാട്ടിൽ എന്താ തിരിയാനാ, നിങ്ങൾ ഈ ദൂരത്തുനിന്ന് കൊടുത്താൽ പോരല്ലോ, ഞാനിത് അറിയില്ല, ഞാൻ ഇത് നേരത്തെ ആരെങ്കിലും ഞാൻ എൻ്റെ അസ്രഫാജിനെ വിളിച്ച് ചോദിച്ചു, അസ്രഫാജി നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ള പരിപാടി എന്താണ്? ഞാൻ ഇവിടെ വന്നിട്ട് പള്ളിക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ എന്നോട് ഹുസൈൻ കാക്ക പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയം കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഹുസൈൻ കാക്ക ഇത് കൊണ്ടുവരാൻ കാരണം എന്താ അറിയോ? ഇത് മുമ്പ് കൊണ്ടുവരാൻ കാരണം ഈ വിഷയം പ്രത്യേകം ഒരുങ്ങിയിട്ടൊന്നുമില്ല, കാരണം അറിയില്ല ഈ വിഷയം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മുമ്പ് ഇതിലെ വിഷയമായിട്ട് സംസാരിക്കാൻ എഴുതിയിട്ടാണ് മുമ്പ് ഇതിവിടെ കൊടുന്നച്ച്, ഇതിവിടെ മടക്കി വെച്ച ഈ വിഷയം തന്നെ നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ പെണ്ണ് കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ഉണ്ട്. എന്താ? ഇവിടെ ആ പരിപാടി ഇല്ലേ? മുട്ടായി കൊടുക്കും, പിന്നെ സ്വർണം കൊടുക്കും, പിന്നെ ഡ്രസ് കൊടുക്കും. അങ്ങനെ പറയുന്നത് എന്റെ നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോ നോക്കിയതാ. മിഠായി കൊടുക്കും. മിഠായി കൊടുക്കലെപ്പോഴാ? മിഠായി കൊടുക്കല് ചെറുക്കം പോണ സമയത്താ. പുതിയാപ്പിള കാണാൻ വേണ്ടി പോയി, ഇഷ്ടപ്പെട്ടാൽ മിഠായി കൊടുക്കും. മിഠായില്ല കൊടുക്കല് പഴയ കാലത്താ, പഴയ കാലം ഉണ്ടായിരുന്നു. അന്ന് പെണ്ണ് കാണാൻ പോയാൽ പെണ്ണിനെ കാണാതെ തിരിച്ചു പോരില്ല അല്ലേ? അല്ലേ? നിങ്ങൾ കണ്ടിട്ടേ? നിങ്ങൾ കണ്ടിട്ടേ? കണ്ടീനൊന്ന് കണ്ടിട്ടേ കാണാൻ പോയിന്, കണ്ടീണോ? ഒരു വിഷയ കാണൂലെന്ന്. അതിന്റെ മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വാപ്പ പറയില്ല, എടാ ഞങ്ങൾക്ക് പെണ്ണുണ്ട് കിടന്നോട്ടോ പറയും. ആ വാപ്പയാണ്. 6 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു ഒരാൾ. നിങ്ങളുള്ള സമയത്താണോ എനിക്കറിയില്ല. ഒരാളുണ്ടായിരുന്നു 6 കൊല്ലം മുമ്പ്, ഒരു 3-4 കൊല്ലം മുമ്പ് എന്തായാലും. അയാള് മലപ്പുറക്കാരനാണ്, ഒരു 10-20 വയസ്സുണ്ട്, പക്ഷെ മനസ്സ് ചെറുപ്പക്കാരന്റെ മനസ്സാണ്. മൂപ്പര് അന്ന് പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഉസ്താദേ ഞാൻ പെണ്ണ് കിട്ടിയിട്ട് എൻ്റെ പെണ്ണിനെ കാണാൻ 40 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അന്ന് വല്ല ആചാരം ഉണ്ടാവും, കല്യാണം കഴിച്ച 40ാമത്തെ ദിവസം ഭാര്യനെ കാണാൻ പാടുള്ളൂ. ഞാൻ ചോദിച്ചു അന്ന് അങ്ങനെ വല്ല മര്യാദ ഉണ്ടായെന്ന് ചോദിച്ചു. എന്നോട് ആചാരം ഉണ്ടായെന്ന് ചോദിച്ചു. എന്നോട് ഞാൻ അല്ല. ഞാൻ ചോദിച്ചു പിന്നെന്താ അത്ര വൈകി? എന്നോട് ഈ സാധനത്തൊന്ന് കണ്ടുകിട്ടണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടാളും ഒന്നിച്ചല്ലേ ജീവിക്കുക? ഒന്നിച്ചെന്നെ ഉസ്താ ജീവിക്കുക. പക്ഷെ ഇതെന്താ വെച്ചാല് ഞാൻ ഓളും വീട്ടിൽ സൽക്കാരത്തിന് പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ പോയി 1 കിലോമീറ്റർ എത്തിയാൽ ഓള് പെടുന്ന ഇങ്ങനെ പോരുള്ളൂ. അതന്നെ ഞാൻ ഇടയ്ക്ക് ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയാലും ഓളപ്പാടെ അല്ലേ അല്ലേ അല്ല സലിമാനജി നിങ്ങളെന്താ മിണ്ടാത്ത അല്ലേ? ഞാൻ കളവാണോ പറയണേന്ന് ചോദിക്കാനോ അല്ലല്ലോ. അല്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടോന്ന് പറയണ്ട. പക്ഷെ സംഗതി അങ്ങനല്ലേ? അങ്ങനെയാണ്. ഭയങ്കര ലജ്ജയെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു അറയിൽ കയറിയാൽ തന്നെ കാണാറില്ല, കാരണം പുതപ്പിൽ ഇങ്ങനെ ചുരുണ്ട് മറിഞ്ഞ് കിടക്കലാണ്. നിങ്ങൾ ആലോചിക്കണേ. നന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഴയ കാലത്ത് അങ്ങനെ പെണ്ണ് കാണാൻ പോയ കാണൂല, എന്നിട്ടോ വെറുതെ പോയി പോരില്ല. പിന്നെ ഉമ്മമാരും പെങ്ങന്മാരൊക്കെ പോയിട്ട് കണ്ടു ഉറപ്പിക്കല. അങ്ങനൊരു കാലമുണ്ട്. ആ കാലം കഴിഞ്ഞ് തൊട്ടടുത്ത കാലം വന്നു. തൊട്ടടുത്ത കാലത്തിന്റെ പ്രത്യേകത എന്താ? പെണ്ണ് കാണാൻ പോയാല് പെണ്ണിനെ കാണൂല, പക്ഷെ ഈ പെണ്ണൊരു ഗ്ലാസ് വെള്ളമായിട്ട് ഇങ്ങനെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ പോകും. പക്ഷെ മുമ്പിൽ വരാലെ കാണൂല, കാരണം തട്ടോണ്ട് മുഖമൊക്കെ മറിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വന്ന് മേശം വെച്ചിട്ട് ഒറ്റ പോക്കാം, കാണൂല അന്ന് പെണ്ണിനെ. ആ കാലം കഴിഞ്ഞു. തൊട്ടടുത്ത കാലം വന്നോ. പെണ്ണ് കാണാൻ പോയാൽ പെണ്ണ് വാതിലിന് മറുവിൽ ഇങ്ങനെ നിൽക്കും അല്ലേ? ഈ പെണ്ണ് കണ്ടടാ, ഞാനൊരു പർദ്ദ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടിട്ടുണ്ടെന്നാ പറയാം. വാപ്പിമ്മയും പെങ്ങന്മാരൊക്കെ പോയിട്ടാണ് പെണ്ണ് ഉറപ്പിക്കുക. അങ്ങനെ കാലം ഉണ്ടായത്. ഇതൊക്കെ ആലോചിക്കണങ്ങളെ. മാറി മാറി വന്നതിനെ കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത കാലം വന്നു. ആ കാലത്ത് പിന്നെ പോയാൽ കാണും. പേരെന്താ വെച്ചാൽ മുണ്ടന്നില്ല. തൊട്ടടുത്ത കാലം വന്നു. പേരെന്താന്നൊക്കെ ചോദിച്ചാ സക്കീന എന്നൊക്കെ പറയും. അന്നെ പറഞ്ഞില്ല. അതിന്റെ അടുത്ത കാലം വന്നു. പേരെന്താന്ന് വെച്ചാൽ പറയും. സ്കൂളിൽ എത്ര പഠിച്ചു അതൊക്കെ പറഞ്ഞു. തൊട്ടടുത്ത കാലം വന്നു. നമ്മൾ ചോദിക്കണതിനൊക്കെ മറുപടി പറയുന്നത് മാത്രമല്ല, പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി നിങ്ങളെ പേരെന്താ, അങ്ങനൊക്കെ പറയാൻ തുടങ്ങി. ആ കാലത്താണ് കാണാൻ പോകുമ്പോൾ മിഠായി കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ആ കാലത്താണ് മിഠായി കൊണ്ടുപോകാൻ തുടങ്ങി. പെണ്ണ് കാണാൻ പോകുമ്പോൾ മിഠായി കൊണ്ടുപോകും. എന്നിട്ടോ മിഠായി അന്ന് മേശപ്പുറത്ത് വെച്ച് പോരില്ല. തൊട്ടടുത്ത കാലം വന്നു. നമ്മൾ അങ്ങോട്ട് ചോദിക്കണതൊക്കെ മറുപടി പറയുന്നത് മാത്രമല്ല, പിന്നെ മുഴുവൻ ചോദ്യം ഇങ്ങോട്ടും ചോദിക്കും. ആ കാലം വന്നു. ആ കാലമായപ്പോ പിന്നെ മിഠായിന്റെ പേക്ക് കൈ കൊടുത്തു പോരാൻ തുടങ്ങി. തൊട്ടടുത്ത കാലം വന്നു. തൊട്ടടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്തുള്ള കാലം. എന്താ? ഓനാട് കയറി ചെല്ലുമ്പോ തന്നെ ചോദിക്കാം, ഇരിക്കടോ എന്താ എന്റെ പേര്?
നീ SLC തോറ്റതോ ചോദിച്ചത് ഓളെ ചോദ്യം ചെയ്യില്ല, മുഴുവനായി ചോദ്യം ചെയ്തിട്ട് പിന്നെ ഇവനാണ് ചോദിക്കണം എന്താ എൻ്റെ പേര് എന്നൊക്കെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓള് ചോദിച്ചു ഇനിയിപ്പോൾ എന്താ. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഓളിങ്ങോട്ട് പറയാം എനിക്ക് നിന്നെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഓനെ അവിടുന്ന് തെങ്ങുമെന്ന് വീണമാതിരി തിരിച്ചു പോരുക. ഈ കാലമായപ്പോൾ മിഠായിയിൽ നിന്ന് മാറി. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു കാലം ഉണ്ടായിരുന്നു, മിഠായി ആദ്യം അവിടെ വെച്ചു പോരില്ല. പിന്നെ ഒരു കാലം തന്നെ മിഠായി പകുതി ഇവൻ കടിക്കുന്നിട്ട് പകുതി ഇവിടെ വായിൽ തുടങ്ങി. അതിനൊന്നുള്ള അനുവാദം ആ സമയത്തില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു വിശുദ്ധമായ ദീൻ വിവാഹത്തിന് ഓരോ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കാണാ പലതവണ കാണാന്നല്ല, കോളേജിൽ പോകുമ്പോ കണ്ടു, സ്കൂളിൽ കാത്തുക്കുമ്പോ കണ്ടു, ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടു, ഞങ്ങൾ 5-6 കൊല്ലായിട്ട് ചാറ്റ് ചെയ്യണാണ് അല്ല. എപ്പോഴാ കാണേണ്ടത്? വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനെ പെണ്ണിനെ അന്വേഷിക്കാം. പെണ്ണിനെ കണ്ടെത്തി രണ്ട് കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം അന്വേഷിക്കണം. എല്ലാ കാര്യവും അന്വേഷിച്ചു കഴിഞ്ഞ് അവർക്ക് പരസ്പരം യോജിച്ചു പോകാൻ കഴിയും എന്ന അവസ്ഥ കുടുംബക്കാർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നവൻ കാണേണ്ടത്. ഇന്നത്തെ കാണണം അങ്ങനെ ഗൾഫിൽ നിന്നിട്ട് വന്നിട്ട് 10 ആളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, രാവിലെ മുതൽ പെണ്ണ് കുപ്പായി മാറ്റിയിട്ട് ഒരുങ്ങുക. ആദ്യ സ്ഥലത്ത് പോയി ഇങ്ങനെ പോയി നോക്കി വന്നിട്ട് ഏറ്റവും ഉഷാറുള്ളത് ഏതാണ്? എടാ നിനക്കങ്ങനെ തിരയാൻ കാണാൻ അല്ലാഹുവിന്റെ ദീൻ അനുവാദം തന്നിട്ടില്ല. കണ്ട പെണ്ണിനെ മുഴുവനും കാണാനുള്ള അനുവാദം തന്നിട്ടില്ല. വിവാഹം കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചു പോകാമെന്ന അവസ്ഥയായാൽ നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാലാ കാണേണ്ടത്. വിവാഹം കഴിക്കാനാണ് കാണാൻ പറഞ്ഞത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടീൻ്റെ മട്ടന്നൂർ. ആ കുട്ടി ഒരിക്കൽ കോളേജിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇന്നലെ ഒരു പോക്ക് മനുഷ്യൻ എന്നെ കാണാൻ വന്നു. ഞാൻ എന്താ എന്നോട് പറഞ്ഞു, കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഓൻ പറയാനത് ഒന്ന് അടുത്തേക്കുന്ന ഞാനും നീ വലിപ്പം ഒന്നാണ് നോക്കട്ടെ. അതിനൊന്നുള്ള അനുവാദമല്ലേ. കാണാ എവിടെ കാണാ? മുഖവും മുൻകൈയും കാണാം. മുഖം കണ്ടാൽ ഒരാൾ എങ്ങനെയെന്ന് മനസ്സിലാവും. കൈപ്പത്തി കണ്ടാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എങ്ങനെ എന്ന് മനസ്സിലാവും. സൗന്ദര്യം തിരിയും. അതുകൊണ്ട് ആ മുഖവും മുൻകൈയും മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ വീട്ടിൽ നിന്ന് കാണാറില്ല, ഷോപ്പിംഗ് മാളിൽ പോയിട്ടാണ് കാണാറുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദര, അങ്ങാടിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? പിശാചിന്റെ കൂത്തരങ്ങാണ് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള സ്ഥലമാണ് അല്ലാഹുവിന്റെ അങ്ങാടികൾ എന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ചെറുപ്പക്കാരാ, നീയും നിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണും തമ്മിലുള്ള ആദ്യത്തെ കാഴ്ച തന്നെ അങ്ങാടിയിൽ വെച്ച് ആവരുത്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലവുമാണ് അങ്ങാടികൾ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ചില സ്വഭാവമില്ലേ? അങ്ങാടി പോയി കാണാം ഉണ്ടെങ്കിൽ പറ ഉണ്ട്. ഷോപ്പിംഗ് മാളിൽ പോയി കാണാ. നിങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സഹധർമ്മിണിയായി കൊണ്ടുവരാൻ പോകുന്ന പെണ്ണിനെ അല്ലാഹുവിന്റെ കോപമുള്ള തലത്ത് വച്ചല്ല കാണേണ്ടത്. ഉസ്താദെ കണ്ടിട്ട് പറ്റിയിട്ടില്ലെങ്കിലോ? അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ടിട്ട് പറ്റിയിട്ടില്ലെങ്കിലോ എന്നുള്ള ആദ്യേ കുടുംബങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യണം. പറ്റൂലേ? വാപ്പക്കും പങ്ങന്മാർക്കും കണ്ടാ മനസ്സിലാവും, ഉമ്മക്ക് കണ്ടാ മനസ്സിലാവും, ഉമ്മക്ക് കണ്ടാ മനസ്സിലാവും, ഉമ്മക്കും പങ്ങന്മാർക്കും കണ്ടാ മനസ്സിലാവും ഇത് എന്റെ മകന് പറ്റുന്ന ആളാണോ, എന്റെ പെങ്ങൾക്ക് പറ്റുമോ എന്ന് മനസ്സിലാവും. രണ്ട് കുടുംബവും തമ്മിൽ കൃത്യമായി അന്വേഷണങ്ങൾ നടത്തി അവസാന ഘട്ടത്തിലാണ് കാണുക എന്നത് നടക്കേണ്ടത്. അതിന് ഉസ്താദേ എന്റെ മോൻ അങ്ങനെ സമ്മതിക്കുന്നു തോന്നുന്നില്ല, എന്നിട്ട് മോനെ കണ്ടിട്ട് പറ്റിയിട്ടില്ലേ? അത് ഓക്കെ, അവസാന ഘട്ടത്തിലാ കാണേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെണ്ണ് കാണാൻ പോണ പോലെ അവിടെ നിന്നൊക്കെ മാറി ഇപ്പൊ എവിടെ എത്തിയാരെങ്കില് ഇതിന്റെ കുറച്ച് മുമ്പുള്ള കാലം തന്നെ കണ്ടപാടന്നെ ഒരു മൊബൈൽ കൊടുത്തു പോരും. കാലി മൊബൈലാ, ഫ്രഷ് മൊബൈൽ, അതിലൊരു സിമ്മില്ല, ഒരു വസ്തുവില്ല. തൊട്ടടുത്ത കാലം ഒന്ന് സിം കൂടി ഇട്ട് കൊടുക്കും. അതിൻ്റെ അടുത്ത കാലം വന്നു റീചാർജ് കൂടി ചെയ്ത് കൊടുക്കും. അതിൻ്റെ അടുത്ത കാലം വന്നപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാ കണക്ഷനും എടുത്തിട്ടാണ് കൊടുക്കുന്നത്, നെറ്റ് കണക്ഷൻ വരെ. ഇതിൻ്റെ മുമ്പ് ഒരു ചങ്ങായി പെണ്ണ് കാണാൻ പോയിട്ട് ഇതേപോലെ ഫോൺ കൊടുത്തു.
1000 റുപ്യ റീചാർജ് ചെയ്താൽ കൊടുത്ത് എപ്പോൾ വിളിച്ചാലും ദ സബ്സ്ക്രൈബർ യുവർ കോളിംഗ് ഇസ് ബിസി, നിങ്ങൾ വിളിക്കുന്ന ആൾ ബിസി എന്നാ പറയാം. അപ്പം എന്താ, ഇവന്റെ ചെലവിൽ റീചാർജ് കൂപ്പുള്ള ഓള് വേറെ ആൾക്ക് വിളിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവാദം തന്നിട്ടില്ല കണ്ട പെണ്ണിനോട് സംസാരിക്കാൻ. ഉസ്താദേ, കണ്ടത് മാത്രമല്ല, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞാൽ കല്യാണമാണ്. നിക്കാഹ് പാണക്കാട് തങ്ങളാണ് നിക്കാഹ് ചെയ്യുന്നത്. പാണക്കാട് തങ്ങളെയാണ് നിക്കാഹ് ചെയ്യാൻ വാപ്പ ഏൽപ്പിച്ചത്. വാപ്പയുമായി വല്ലാത്ത ബന്ധമാണ്. ആയിക്കോട്ടെ എന്റെ സഹോദര, പക്ഷേ നിന്റെ ഭാര്യയാകാൻ 2 മാസം കഴിഞ്ഞാൽ എപ്പോഴാണോ നിക്കാഹ് നടക്കുന്നത് അപ്പോഴേ നിന്റെ ഭാര്യയാവുകയുള്ളൂ. അതുവരെ സംസാരിക്കാനുള്ള അനുവാദം അല്ലാഹുവിന്റെ ദീന് തന്നിട്ടില്ല. അങ്ങനെ സംസാരിച്ചാൽ അത് ഹറാമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. കാതിന് വ്യഭിചാരമുണ്ട്, കാതിന്റെ വ്യഭിചാരമാണ് കേൾവി. നാവിന്റെ വ്യഭിചാരമുണ്ട്, നാവിന്റെ വ്യഭിചാരമാണ് സിനാഹുൽ കലാം, സംസാരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്തൊക്കെ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഫോണിലൂടെ സംസാരിക്കുന്നത് ഹറാം ഹറാം ഹറാം. ചില ഈ ചടങ്ങിലൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പുതിയാപ്പിള ഫോണ് കൊണ്ടുപോകാൻ മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ കൊണ്ടുകൊടുക്കലാരാ? പെങ്ങന്മാര് പോകുമ്പോഴാ കൊണ്ടുകൊടുത്തത്. എന്തിനാ? ഓൻ വരുമ്പോ തരാൻ മറന്നു പോയതാട്ടോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പെങ്ങന്മാരും ഉമ്മയും തന്നെ ചോദിക്കണേ. എന്താ ചോദിക്കണേ? എടാ, ഇന്നോളിങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, ഇന്നിങ്ങോട്ട് വിളിച്ചിട്ട് നീ ഇന്നവളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അവൾക്ക് വലിയ ടെൻഷനാണല്ലോ. എന്താ? അപ്പൊ ഇന്നലെ ഓലമ്പിൽ എന്തോ സംസാരിച്ചപ്പോ കശപിശ ഉണ്ടായതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാ നിങ്ങൾ ആലോചിക്കണേ, വിശുദ്ധ ഇസ്ലാം അനർത്ഥങ്ങളുടെ എല്ലാ കവാടങ്ങളെയും തടഞ്ഞിരിക്കുകയാണ്. അനർത്ഥങ്ങളുടെ എല്ലാ കവാടങ്ങളെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് നിക്കാഹ് ചെയ്യാതെ പിന്നെ സംസാരിക്കരുത് എന്ന്. ഒറ്റവട്ടം കാണാനാണ് അനുവാദം തന്നത്. നീ സംസാരിക്കണോ? നിക്കാഹ് ചെയ്താളി. അതിന് ഉസ്താദേ, പുതിയാപ്പിള അടുത്ത ഏപ്രിലിൽ വരുള്ളൂ. പുതിയാപ്പിള നിക്കാഹിന് വേണമെന്ന് ആരാ പറഞ്ഞ? അങ്ങനെ നിയമമുണ്ടോ? നിങ്ങളോട് ചോദിച്ചാൽ പറ്റൂല. അങ്ങനെ നിയമമുണ്ട് സാർ? വേണോ? ഇല്ല. ഈ ഉസ്താദ് മെല്ലെ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നോട് ചോദിച്ചു ഉറപ്പ് വരുത്തി. നിക്കാഹിന് പുതിയാപ്പിള വേണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയിട്ട് കുഴപ്പമാവൂ? പുതിയാപ്പിള്ള നിങ്ങൾ 2 ദിവസം വരാൻ പറഞ്ഞേക്ക്. വെള്ളി ലീവല്ലേ പുതിയാപ്പിൾക്ക്? മൂപ്പരോട് പറയാം, വ്യാഴാഴ്ച ടിക്കറ്റ് ഞാൻ തരാം, വെള്ളിയാഴ്ച നിക്കാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഉസ്താദെ, കല്യാണത്തിന് അന്നല്ലേ നിക്കാഹ് നല്ലത്? 2 ചെലവിന് എല്ലാം കൂടി പാലിച്ചാവൂ. വെള്ളിയാഴ്ച നിക്കാൻ ഏറ്റവും നല്ല ദിവസം. മോൻ കല്യാണം കഴിച്ചോ? മോനെ നിക്കാഹ് വെള്ളിയാഴ്ച ചെയ്യണം കേട്ടോ. ശവ്വാൽ മാസത്തിൽ വെള്ളിയാഴ്ച ആവണം മോനെ നിക്കാഹ്. ശവ്വാലിലെ വെള്ളിയാണ് നിക്കാഹ് ഏറ്റവും നല്ലത്. വെള്ളിയാഴ്ച ദിവസം നിക്കാഹിന് നല്ലത്. ബിസ്മില്ലാ. ഓനഞ്ഞു വെക്കണ്ട പോലെ ഓന ഈ പാത്രമായിട്ട് ഇങ്ങനെ വെക്കണ്. ചെറിയ ബക്കറ്റല്ലോ, ഇത് മതിയോ? ഇവിടുത്തെ കുറിഞ്ഞാലിയോട് നിറയലിൻ്റെ സാധാരണ ഇന്നലെ നിറഞ്ഞോ? നിറയാതൊക്കെ കാരണം എന്താ? നിങ്ങള് ചില്ലറിടണോണ്ട, നിങ്ങളിടണോണ്ട് നല്ല ഇടണം. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനത്തെ ബക്കറ്റ് ഉണ്ടാവും. ഉടനെ മനുഷ്യന്മാര് എന്താ അടിയിലുണ്ടാവും, എന്ത് കോയിൻ പോക്കറ്റിലുണ്ടാവും. കോയിൻ ഈ 10 രൂപന്റെ കോയിന് സുജൂദ് ചെയ്യുമ്പോഴൊക്കെ നിലത്ത് വീഴുക. ഹാലാക്ക്. ഇത് എപ്പോഴും തന്നെ ഒരു പണി. പോയോ കരട്ടാൻ പറ്റില്ല. ഇത് കൊടുക്കുന്നത് റബ്ബിനാ. പുണ്യ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിന് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ ആരാണോ നിങ്ങളോട് എന്നെ ചോദിക്കുക, ചിലപ്പോൾ സെക്രട്ടറി ആവും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവും, അല്ലെങ്കിൽ ഓല ഏൽപ്പിക്കുന്ന ആൾക്കാരാവും. പക്ഷെ ഓല കയ്യിലല്ല നിങ്ങൾ കൊടുക്കണത്. വഖഅത്ത് ഫീ യദില്ല, അള്ളാന്റെ കയ്യിലേക്കാ വീണതാണ്. വഖഅത്ത് ഫീ യദില്ല, അള്ളാഹുവിന്റെ കയ്യിലാണ് ഇത് വീഴുന്നത്. ഈ ബക്കറ്റിൽ നിങ്ങൾ ഇടാന്ന് മുഴുവൻ അള്ളാന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങളെ പോക്കറ്റിൽ അള്ളാഹ്ക്കാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അള്ളാഹ് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊണ്ടുകൊടുക്കുക? ആ കോലത്തിൽ അത് കൊടുക്കേണ്ടിയെന്നാണ്.
അത് മിണ്ടില്ല. ഹദീസാണ്, വഖഅത്ത് ഫീ യദില്ലാ, അള്ളാന്റെ കൈയ്ക്ക് വീണ. അപ്പൊ നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണമായി കൊടുക്കി. പോക്കറ്റ് തപ്പി ഏറ്റവും ഇഷ്ടപ്പെട്ട പൈസ ഏതങ്ങൾക്ക് അതെടുത്തിട്ടാണ് കൊടുക്കേണ്ടി. നിറയണം. ബക്കറ്റിലെ പൈസ എണ്ണീട്ട് എന്നോട് പറയണം കേട്ടോ. കുറിഞ്ഞാലിയോട് എങ്ങനെയെന്ന് ഞാൻ നോക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉമ്മമാർക്ക് വേണമെങ്കിൽ നിങ്ങളെ വള ചെയിനൊക്കെ അയച്ചു കൊടുക്കാം. ഈ മുസ്ലിയാർ ഇപ്പൊ കുഴപ്പാക്കുമല്ലോ. എനിക്കല്ല, നിങ്ങൾക്ക് തന്നെ. നമ്മളതിലിട്ടാ നമ്മളെ അക്കൗണ്ടിലാ പോയി വീണെന്ന് ആരും കൊണ്ടുപോകില്ല. നമ്മൾ മരിക്കാൻ കാത്തിക്ക് ആര്? മക്കളിത് ഊരിക്കൊണ്ടാൻ. നിങ്ങൾക്കറിയോ, നല്ല പൊന്നുള്ളൊരു ഉമ്മ രോഗിയായി കിടന്നു. അപ്പൊ മക്കൾക്ക് നോക്കാൻ എന്തോ ഒരു താല്പര്യം. മൂത്ത മോള് രണ്ടാമത്തോട് പറയാം, ജി പോയിക്കോ, ഞാൻ നിന്നോളം ഉമ്മാന്റെ അടുത്ത്. എന്താ കാരണം? ഇത് മരിക്കാൻ ഇന്നോ നാളെ ഡോക്ടർ പറഞ്ഞാണ്. അപ്പൊ ഓളെ അടുത്തിക്കണ എന്താ, മരിച്ചു കഴിഞ്ഞാൽ പറയാലോ ഉമ്മാന്റെ ആ 11 പവനുള്ള ചെയിനുമ്മ മരിക്കണ സമയത്ത് അവസാനത്തെ ഒരു വസിയത്ത് പറഞ്ഞ്, എന്റെ മോളല്ലേ എന്റെ അടുത്തുണ്ട്, അയച്ചു എടുത്തുകൊണ്ടിട്ടൊന്നും ആരും കേൾക്കാനില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് വെച്ചോളൂ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായ നിയമ സംവിധാനങ്ങൾ എന്തിനാ ചെയ്തത്? ഇതിൽ അനർത്ഥങ്ങൾ നടക്കാതിരിക്കുവാനാണ്. അതുകൊണ്ട് നിക്കാഹ് എത്രയും പെട്ടെന്ന് ചെയ്യാന്ന. ഇസ്ലാം നിക്കാഹിനൊരു ഭാരം ഉണ്ടാക്കിയിട്ടില്ല, ഭാരം നമ്മൾ ഉണ്ടാക്കിയ. അള്ളാഹുവിന്റെ ദീൻ എല്ലാ നിക്കാഹ് പറഞ്ഞ നിബന്ധന. ഒന്ന്, വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണ്. 6 നിബന്ധനയാണ് നിക്കാഹ് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, നിക്കാഹിന് 6 നിബന്ധന. ഒന്ന്, വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണ്. 2, ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ. 3, ഈ പെണ്ണിനെ ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വലിയ. 4, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വചനം. 5, മഹർ. 6, 2 സാക്ഷികൾ. 2 സാക്ഷികൾ. ശ്രദ്ധിക്കണം, ഇവിടെ 2 സാക്ഷികൾ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ അമ്മോക്ഷനും ഈ പുതിയാപ്പിളാകാൻ പോകുന്ന ആളും അല്ലേ, അത് ചൊല്ലി കൊടുക്കുന്ന ഒരു കാളിയാരെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. അല്ലെങ്കിൽ 2 സാക്ഷി. 4 ആളുകൾ ഉണ്ടായാൽ ഈ പരിപാടി നടക്കും. 2 സാക്ഷികൾ ഉണ്ടായാൽ നിക്കാഹായി. എത്ര ലഘുവായാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആരാ പറഞ്ഞത് ഇന്ന ആൾ വേണമെന്ന്? നമ്മളുണ്ടാക്കിയ നിയമമാണത്. ഞാൻ വേണ്ടാന്നല്ല പറയുന്നത്. നിക്കാഹ് വേഗം ചെയ്തേക്കൂ എന്റെ സഹോദര. ഞാൻ എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും പറയുകയാണ്, നിങ്ങൾ മക്കളെ വിവാഹം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? വേഗം നിങ്ങൾ നിക്കാഹ് നിക്കാഹ് ഭിന്നിപ്പിക്കരുത്. വിവാഹം നിങ്ങൾ പിന്നെ ഏത് സമയത്ത് കഴിച്ചാലും എന്താ പ്രശ്നം? നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവർ സംസാരിക്കുന്നത് ഹറാമാകൂല്ല. അവർ സംസാരിക്കുന്നതിന് അല്ലാഹു കൂലി നൽകും. പിന്നെ എന്തവർ ചെയ്താൽ നിനക്ക് കൂലിയാ. എന്റെ ഭാര്യയെ കൂട്ടിയിട്ട് ഒരു യാത്ര പോയി, പ്രതിഫലമാ. തന്റെ ഭാര്യക്ക് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു, പ്രതിഫലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പെണ്ണ് കണ്ട ശേഷം വീട്ടുകാർ ഉമ്മയും സഹോദരിയും പോകുമ്പോൾ ഇഷ്ടപ്പെട്ട സന്തോഷത്തിൽ മധുരം നൽകുക എന്ന രീതിയിൽ മിഠായി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റ് ഇല്ല. മകും പെങ്ങമക്കൾക്ക് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? വേറെ ചില നാട്ടിലുണ്ട് പൊന്നു കൊടുക്കുന്ന പരിപാടി. നാട്ടിലില്ല അല്ലേ? ഇഷ്ടപ്പെട്ട പൊന്നെടുക്കും. എന്നിട്ടോ പിന്നെ ആരോ പോയി പറഞ്ഞെടുത്തു, ആ കുട്ടിക്ക് 32 വയസ്സുണ്ട്. അപ്പൊ കിണ്ടലായി. പറഞ്ഞു വേണ്ട. അപ്പൊ പിന്നെ ഈ കൊടുത്ത പൊന്ന് തിരിച്ചു വയ്ക്കാം. അതിന്റെ അർത്ഥം ഛർദിച്ചത് വാരിത്തന്നെ മാതിരിയാണ്. കണ്ടതിന് പൊന്നു കൊടുത്തു. ഇഷ്ടപ്പെട്ട് കൊടുത്തല്ലേ? ഇഷ്ടപ്പെട്ട് കൊടുത്ത അതിന്റെ അർത്ഥം എന്താ? കടായിട്ട് കൊടുത്തല്ല. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ദാനമായി കൊടുത്താ തിരിച്ചു വയ്ക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ പൊന്നെടുക്കാൻ പോണ്ട. ആരാ പൊന്നെടുക്കാൻ പറഞ്ഞു? ഉസ്താദേ കൊടുത്തില്ലേ, മോശമല്ലേ, നാട്ടുകാരൊക്കെ കൊടുക്കണ്ട. എന്നല്ലേ പ്രശ്നം? ദീന് പറഞ്ഞിട്ടില്ല, നമ്മളുണ്ടാക്കിയ ആചാരം. ഇനി അങ്ങനെ ഒരാള് കണ്ട് ഇഷ്ടപ്പെട്ടു, സ്വർണം കൊടുത്തു, പിന്നെ വല്ല തകരാറുണ്ടായി, വിവാഹം മുടങ്ങിപ്പോയി, ആ കൊടുത്ത പൊന്ന് തിരിച്ചു വയ്ക്കാൻ പാടില്ല. പൊരുത്തപ്പെട്ട് കൊടുത്തതാണ്. അങ്ങനെ വല്ലവരും തിരിച്ചു ചോദിച്ചാൽ അവരുടെ വിധി എന്താ? അതിന്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ഒരു സദഖ കൊടുത്തു, ദാനം ചെയ്തു, അല്ലെങ്കിൽ ഹദിയ കൊടുത്തു, അത് തിരിച്ചു ചോദിച്ചാൽ ഛർദിച്ചതയാൾ വാരി കഴിക്കുന്ന പോലെയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രസ് കൊടുത്താലും അങ്ങനെ തന്നെ. ആരപ്പീനൊക്കെ കൊടുക്കാൻ പറഞ്ഞു? നിക്കാഹ് വേഗം ചെയ്താൽ ഇതെല്ലാം കൊടുക്കാലോ അല്ലേ? നിക്കാഹ് വേഗം ചെയ്തോളൂ. ഇതിനെന്താ പ്രയാസം? ഒരു പ്രയാസമില്ലല്ലോ. അത്ര ലഘുവല്ലേ നിക്കാഹ്? ഉസ്താദേ ഇവിടെ വലിയ പൈസ വേണ്ടേ? ആര് പറഞ്ഞ പൈസ വേണം? ആകെ ഇതുമായി ബന്ധിക്കുന്ന 6 കാര്യങ്ങളിൽ പണവുമായി ബന്ധപ്പെടുന്നത് മഹറാണല്ലോ. മഹറിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തെന്ന് ഉറക്കച്ചൊല്ലു സ്വലാത്ത്. വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി. ഉസ്താദേ മലബാറിൽ പോയിട്ട് 10 പവൻ വാങ്ങണ്ടേ? അതിന് 1-1.5 ലക്ഷം ഉറുപ്പ്യ വേണ്ടേ? 10 പവൻ 2-2.5 ലക്ഷം ഉറുപ്പ്യ വേണ്ടേ? വേണ്ട. അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറുതുമതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ചെറുത്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നു ഒരു ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, എന്റെ അടുത്ത് മഹർ നൽകാൻ ഒന്നുമില്ല യാ റസൂലല്ലാഹ്. ഇയാള് വന്നിട്ട് പറഞ്ഞ, നബി എനിക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്, പക്ഷെ മഹർ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ്, നിങ്ങൾ പോവുക, എന്നിട്ട് അന്വേഷിക്കുക, നിങ്ങൾക്കൊരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ. ഇരുമ്പിന്റെ മോതിരം, ചെറിയ സാധന, ഇരുമ്പിന്റെ മോതിരമെങ്കിലും കിട്ടുമോ എന്ന് നോക്കൂ നിങ്ങൾ. ആ സ്വഹാബി അന്വേഷണം കഴിഞ്ഞു. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നു. റസൂലുള്ളാഹി അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊന്നും കിട്ടിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഇരുമ്പിന്റെ മോതിരം പോലും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല യാ റസൂലല്ലാഹ്. ഉടനെ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അറിയുമോ? അലം തറ കൈഫ എന്ന സൂറത്ത് അറിയുമോ? ചില സൂറത്തുകൾ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഈ സൂറത്തുകൾ നിങ്ങൾക്കറിയുമോ? ആ സ്വഹാബി പറഞ്ഞു, അറിയാം നബിയേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എന്താ ഈ സൂറത്തുകൾ നിങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന് ഈ സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മഹറായി നിങ്ങളൊരു പെണ്ണുങ്ങളാ പെണ്ണിനെ വിവാഹം ചെയ്തോളൂ. ഇസ്ലാം എത്ര ലഘുവാണ്. അദ്ദീനു യസ്റുൻ, ഇസ്ലാം എളുപ്പമാണ്. ഇസ്ലാം എളുപ്പ. ഇസ്ലാമിനെ കീറാമുട്ടിയാക്കി മാറ്റിയത് നമ്മളാണ്, ദീനല്ല. അദ്ദീനു യസ്റുൻ, ഇസ്ലാം എളുപ്പമാണ്. അല്ലാഹുവിന്റെ ഹബീബ് വിവാഹത്തെ എത്ര ലഘുവായിട്ടാണ് എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചത്. ലഘുവായി ഞാൻ പറഞ്ഞത്, നിക്കാഹ് ചെയ്യാൻ, വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണാണോ, ആ പെണ്ണിനെ വേഗം നിക്കാഹ് ചെയ്യുക എന്നതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ താല്പര്യം. ഇപ്പൊ ഒരു പുതിയ സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട്. ആ സമ്പ്രദായം നമ്മുടേതല്ല, പാശ്ചാത്യന്റേതാ. എന്താ? ആണും പെണ്ണും കണ്ട് ഇഷ്ടമായി, എന്നിട്ട് നിക്കാഹ്, കല്യാണം കഴിക്കുക എന്നത് നിശ്ചയിച്ചു വെക്കുക. ആ പരിപാടി എന്താ? ഓള് +2 പഠിക്കാണ്, ഓൻ ഡിഗ്രിക്ക് പഠിക്കാണ്, ഓള് തമ്മിൽ ഇഷ്ടായിട്ടുണ്ട്, കുടുംബക്കാർ തമ്മിൽ ഇഷ്ടമായി. അങ്ങനെ എല്ലാരെയും വിളിക്കുക, നാട്ടിലുള്ള എല്ലാരെയും, മഹല്ലിലൊക്കെ ഉള്ള വലിയ വലിയ ആൾക്കാരൊക്കെ വിളിച്ചു, കുടുംബത്തിലുള്ള എല്ലാരും കൂടി ഒരുമിച്ച് കൂടി വലിയ ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ വെച്ച് വലിയ ഫംഗ്ഷൻ നടക്കുന്നു. എന്നിട്ട് എന്താ, വലിയ ഭയങ്കരമായി ഭക്ഷണങ്ങളൊക്കെ വെച്ച് വിളമ്പിയിട്ട് അവസാനം പറയും, എന്റെ മകൾ ഇന്നാലിന്നവളും ഇന്നാലിന്നാരുടെ മകനും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? അടുത്ത ആഴ്ചല്ല, പിറ്റത്താഴ്ചല്ല. പിന്നെ മകൾ +2 പഠിക്കുകയാണ്, ഓൻ ഡിഗ്രിക്കും പഠിക്കാണ്. മകളുടെ ഡിഗ്രി കഴിഞ്ഞ് അവന്റെ PGയും കഴിഞ്ഞതിന് ശേഷം 3 കൊല്ലത്തിന് ശേഷം പിന്നീട് നമ്മൾ ഡേറ്റ് നിശ്ചയിക്കുന്നതാ. നിക്കാഹ് നടന്നിട്ടില്ല, നിശ്ചയിക്കൽ മാത്രമേ നടന്നുള്ളൂ. ഇത് അനർത്ഥമാ. എന്തുകൊണ്ട്? എന്തിനാ ഈ നിശ്ചയം എന്ന് പറയുന്നത്?
നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് പറയാണ്, എന്റെ മോളും ആരുടെ മകനും തമ്മിൽ വിവാഹം ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഇനി അവരെ നിങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ കണ്ടാ കുഴപ്പാക്കണ്ട, കോഴിക്കോട് ബീച്ചിൽ കണ്ടാൽ പ്രശ്നമാക്കണ്ട, ബാംഗ്ലൂരിലേക്ക് അവർ ഒന്നിച്ച് ടൂർ പോയാൽ കുഴപ്പാക്കണ്ട. 3 കൊല്ലം കഴിഞ്ഞാൽ അവരുടെ നിക്കാഹ് നടത്തി വിവാഹം ചെയ്യുന്നതാണ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരാ തനിത്വനിവാസമെന്ന്. നിക്കാഹിനെന്താണ് എന്റെ സഹോദര തടസ്സമുള്ളത്? നിക്കാഹ് വളരെ ലഘുവായല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? നീ അവിടെ നിന്ന് കൈ കൊടുക്കണോ? നീ കൈ കൊടുക്ക. പറവി നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുക്ക്. നിന്റെ പിന്നെ മകളെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരന് പെണ്ണിനെ കല്യാണം ചെയ്തു കൊടുക്ക്, നിക്കാഹ് ചെയ്തു കൊടുക്ക്. എന്നിട്ട് നീ കല്യാണത്തിന്റെ പാർട്ടി 5 കൊല്ലമോ 10 കൊല്ലമോ കഴിഞ്ഞിട്ട് നടത്തിയേ ഈ ഒരു രീതി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് അനർത്ഥങ്ങൾ അത് മുഖേന ഉണ്ടാകും എന്റെ സഹോദരങ്ങളെ. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾക്കെതിരാണ്. ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരാണ്. അങ്ങനെയുണ്ട് ചില സമ്പ്രദായങ്ങളൊക്കെ. ഞാൻ അറിഞ്ഞെടുത്തോളം വലിയ വലിയ പണക്കാരെ വീട്ടിലൊക്കെയാണ് അങ്ങനെ നടക്കാറുള്ളത്. ഇവിടൊക്കെ നല്ല ദീനും തഖ്വയൊക്കെ ഉള്ള മനുഷ്യന്മാരായതുകൊണ്ട് ഇവിടേക്ക് അത് കയറി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിനെ പാടെ എടുത്തു അറബിക്കടലിലേക്ക് എറിയേണ്ടതാണ്. നമ്മുടെ സംസ്കാരമല്ല, പാശ്ചാത്യന്റെ സംസ്കാരം. വെള്ളക്കാരന്റെ സംസ്കാരം ഓരോ കോലത്തിൽ നമ്മളെ നാട്ടിൽ കയറി വരുന്നതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഹമുർറാഹിമീനായ റബ്ബേ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് ചെയ്യുക. നമുക്ക് ഭയങ്കര ഇഷ്ടാ നിക്കാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞതെന്താ? പുണ്യ നബി പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്താൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അയാൾ അയാളുടെ അല്ലാഹുമായുള്ള ബാധ്യതയുടെ 3/2 ഭാഗം ശ്രദ്ധിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ തസവ്വജ റജുലു ബിംറഅ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്താൽ ഫഖദ് അഹറസ സുലുസൈ ദീനി, അയാൾ അയാളുടെ ദീനിന്റെ 3/2 ഭാഗം സൂക്ഷിച്ച ആളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിക്കാഹിന് അത്ര വലിയ പ്രതിഫലമാണ്, വിവാഹത്തിന് അത്ര വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ തീരുമാനിക്കുകയാണ്, എല്ലാ സമയവും അല്ലാഹുവിന്റെ ചിന്തയിൽ കഴിഞ്ഞുകൂടാൻ, അല്ലാഹുവിന്റെ ചിന്തയിൽ സർവ്വസമയത്തും കഴിഞ്ഞുകൂടാൻ അവർ തീരുമാനിക്കുകയാണ്. അവരെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചെന്താ അറിയോ? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുക്ക് ആരാധിക്കാനല്ലേ. അപ്പൊ എല്ലാ സമയവും അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടാം, ഇബാദത്തിലായി. അവരിങ്ങനെ ആലോചിച്ചു. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താ? ഭാര്യ, കുട്ടികൾ, വീട്, കല്യാണം, അല്ലെ, പ്രസവം, 100,000 ചുറ്റുപാടാണ്. അതാണല്ലോ അതിന്റെ തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ അവർ തീരുമാനിച്ചു, കല്യാണം കഴിക്കണ്ട, എന്നാ മുഴുവൻ സമയം അല്ലാഹുവിനെ ഓർത്തിരിക്കാലോ. ഇങ്ങനെ ഒരു പറ്റം സഹാബികൾ തീരുമാനിച്ചു എന്ന വിവരം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്തല്ലേ, 100 കണക്കിന് സ്വലാത്തിന്റെ ചോട്ടെന്ന് വേണം നമുക്ക് റബ്ബിനോട് നമ്മൾ ആവശ്യങ്ങളൊക്കെ പറയാൻ. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോഴാണ് മദീന പള്ളിയുടെ മിമ്പറിൽ അല്ലാഹുവിന്റെ ഹബീബ് കയറി നിന്നല്ലോ. സ്വഹാബികളോട് പറഞ്ഞല്ലോ, സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവൻ ഞാനാണ്. സ്വഹാബ, ഞാൻ അല്ലാഹു നിർബന്ധമായി കൽപ്പിച്ച നിസ്കാരം ഒന്നൊഴിയാതെ നിസ്കരിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ നിസ്കരിക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു നിർബന്ധമാക്കി കൽപ്പിച്ച നോമ്പ് ഒന്നൊഴിയാതെ ഞാൻ അനുഷ്ഠിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായി കൽപ്പിച്ചത് ഞാൻ അനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, അതുകൊണ്ട് ആരാണോ എന്റെ ശരീരയില്ലാത്തതിനെ ശരീരയായി സ്വീകരിക്കുന്നത് അവർ എന്റെ മാർഗത്തിൽപ്പെട്ടവരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ല. വിവാഹത്തോട് താല്പര്യമുണ്ടായിരിക്കെ ആ താല്പര്യത്തെ അടിച്ചമർത്തി ഒരാൾ ജീവിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല.
മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയ 1,24,000 പ്രവാചകന്മാരുടെ ചില സ്വഭാവങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സമാനമായ സ്വഭാവങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചല്ലോ. റസൂലുള്ളാഹി പറഞ്ഞതാ 1,24,000 പ്രവാചകന്മാരുടെ പേരും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അവരൊക്കെ ചെയ്ത ചില ജീവിത രീതികൾ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ വാക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ നബിമാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അങ്ങനെ ചില പ്രവാചകന്മാരൊക്കെ ചെയ്ത ചില സമാനമായ കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് 1,24,000 പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സഹാബ എല്ലാ പ്രവാചകന്മാരും വിവാഹം ചെയ്തിട്ടുണ്ട്. എല്ലാ നബിമാരും വിവാഹം ചെയ്തിട്ടുണ്ട്. വിവാഹം ചെയ്യാത്ത ഒരേ ഒരാൾ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണ്. സക്കരിയ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തിട്ടുണ്ട്, പക്ഷേ ശാരീരികമായ ബന്ധമുണ്ടായില്ല. അതിന് മുമ്പേ ശത്രുക്കൾ കൊന്നുകളഞ്ഞല്ലോ മഹാനവറുകളെ. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കൊല്ലാനായി ശത്രുക്കൾ വന്നപ്പോൾ അല്ലാഹു ഈസാ നബിയെ ആകാശത്തിലേക്ക് ഉയർത്തി. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖിയാമത്ത് നാളിനോട് അനുബന്ധമായി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതാ. ഇറങ്ങി വന്നാൽ ഭൂമിയിൽ നടത്തുന്ന സമുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അക്കമിട്ട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സ്വഹാബ ഈസാ അലൈഹിസ്സലാം വിവാഹം കഴിക്കോ, ഈസാ അലൈഹിസ്സലാമിന് മക്കളുണ്ടാകോ, ഈസാ അലൈഹിസ്സലാം സാധാരണ പോലെ വഫാത്താകുമെന്ന് റസൂലുള്ളാഹി. വിവാഹത്തിന്റെ പ്രാധാന്യമാണത്. വിവാഹത്തിന്റെ പ്രാധാന്യ കുട്ടികളില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഫല. അല്ലാഹുവിനോടുള്ള കടപ്പാടിന്റെ 2 ഭാഗവും കിടക്കുന്നത് വിവാഹത്തിലാണ് എന്ന് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്ഫ ദീനിഹി, അയാളുടെ ദീനിന്റെ പകുതി ഭാഗവും കിടക്കുന്നത് വിവാഹത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിവാഹം വളരെ ശ്രദ്ധിച്ചാ ചെയ്യേണ്ടത്. ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കണോ, ചെറുപ്പക്കാർ തന്റെ സഹധർമ്മിണിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണോ, അതേപോലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം തന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. ഏതെങ്കിലും വൈക്കുന്ന ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു ഉസ്താദേ, അപ്പൊ ഒരിക്കൽ എന്റെ റൂമിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞ ഒരു കുഴപ്പമായി, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കുഴപ്പമായി, ഒരു കുട്ടി കഴിഞ്ഞു, പിന്നെ കുഴപ്പമായിട്ട് ത്വലാഖ് കല്യാണം. അപ്പൊ റൂമ് വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു നൽകുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയൂല. ഞാൻ എന്താ, നിങ്ങളെ ഭാര്യയില്ലാണ്, ഇത്ര കൊല്ലം 5 കൊല്ലം, എന്താ പ്രശ്നം? സ്വഭാവം ഭയങ്കര മോശം സാറേ. അപ്പൊ ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ പറയണ്ട സാറേ, അപ്പൊ നിങ്ങൾ ചോദിക്കാതിരിക്കാന്നല്ലേ. ഞാൻ എന്താ പ്രശ്നം? എന്നോട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ലൈനിക്കണ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ചുറുക്കുള്ള പെൺകുട്ടി മുമ്പിൽ. അപ്പം ഞാനൊന്ന് ചിരിച്ചു, ഇങ്ങോട്ടും ചിരിച്ചു. അപ്പോൾ നമ്പർ മെല്ലെ കൈമാറി. പിന്നെ അങ്ങനെ സ്നേഹമായി. പിന്നെയും കോളെ വിട്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഓളെ കല്യാണം കഴിച്ചതാണ്. എന്നിട്ടോ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാണ് വായുനാവ് എന്നല്ല പറയല്. അങ്ങനെ എന്താ പറയില്ല നിങ്ങൾ നാട്ടിൽ? വെറും നാവ് എന്ന് പറയാം, വായുനാവെന്നല്ലേ സംഗതി. ഇപ്പം നാവ് വായൽ തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ ആ വായുനാവ് സഹിക്കാൻ കഴിയില്ല. 5 കൊല്ലം ഞാൻ സഹിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നോബൽ സമ്മാനം തരണം തന്നെ പറഞ്ഞു. എന്നിട്ട് ഓൻ എന്താ പറഞ്ഞ്, എനിക്കൊരു നിലക്ക് മുന്നോട്ട് കഴിയില്ല, ഞാൻ ഒഴിവാക്കണം. ഓളറിന് ഒഴിവാക്കിയാൽ ഞാൻ കേസ് കൊടുക്കും. ഈ കുലുമാലൊന്നും ഇല്ലാക്കാനാ. റോട്ടിൽ പോണോളിയും ബസ്സിൽ കണ്ടോളിയും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടോളിയും എല്ലാം കല്യാണം കഴിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞു. ഒരു മിസ് കോള് വന്നതാ, പിന്നെ അങ്ങനെ തിരിച്ചു വിളിച്ചു. പിന്നെ ഇഷ്ടമായി പോയി ഉസ്താദേ, പിന്നെ മനസ്സ് സമ്മതിക്കണ്ടേ, അങ്ങനെ കല്യാണം കഴിച്ച 7 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഇക്കോളെ വേണ്ടേ വേണ്ട. 7 കൊല്ലം മുമ്പ് പറഞ്ഞതോ ഇക്കോളേ മതി. ഇതൊന്നും ഇല്ലാക്കാനാണ് ഇസ്ലാം ഒരു പ്രത്യേകമായ രീതിയും സംവിധാനത്തിൽ ഉണ്ടാക്കി. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം തന്റെ ഭാര്യ ആരാകണമെന്ന്. ശ്രദ്ധിക്കണേ. എന്താ ഈ കുടുംബ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? നേരത്തെ ഇത് ഒരു
ഒരു വലിയ വിഷയം. ഇതിപ്പോ ദൂർത്താണോ ഞാൻ പറയണ്ടേ, കുടുംബജീവിതം പറയണ്ടേ? ശക്ക എനിക്കെന്നെ ശക്ക. എന്താ കാരണം നിങ്ങള് ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്, രണ്ടും ടച്ച് ആഞ്ഞാലാവും പ്രശ്നമാണ്. അപ്പൊ ഞാൻ കലവില പറയാ ചെയ്യണം. ഇനി വരാൻ തൗഫീഖ് ഉണ്ടെങ്കിൽ കുടുംബജീവിതം തന്നെ 2 ദിവസം പറയണം, ധൂർത്ത് 1 ദിവസം വേറെ തന്നെ പറയണം. സെപ്പറേറ്റ് ഓരോ ധൂർത്തിന്റെ അപകടം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ താൽപര്യപ്രകാരം വിവാഹം കഴിക്കുന്നവരിലും കഴിപ്പിക്കുന്നവരിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഉസ്താദ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ ഞാൻ പൂർണ്ണമായി കേട്ടില്ല. സമാധാനമാണ് കുടുംബജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കുടുംബജീവിതം എന്ന് പറഞ്ഞുകൊടുത്ത് അല്ലാഹു പറഞ്ഞു സമാധാനം. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് ആണും പെണ്ണും ഇല്ലാതെ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിയാത്തതൊന്നുമല്ല. അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് ഒരു മനുഷ്യന്റെ കരസ്പർശമില്ലാതെയാണ്. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചത് മനുഷ്യനെ ഉപയോഗപ്പെടുത്തിയിട്ടല്ല, ഒരു മനുഷ്യന്റെയും കരസ്പർശമില്ലാതെയാണ് ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. എന്നാൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതോ ഒരു പുരുഷന്റെ സ്പർശമില്ലാതെ ഒരു സ്ത്രീയിലൂടെയാണ്. എന്താ അല്ലാഹു ഇതിലൂടെ പഠിപ്പിച്ചത്? ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ അല്ലാഹു ആണിന്റെയും പെണ്ണിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്? അവരോട് കുടുംബമായി ജീവിക്കാൻ പറഞ്ഞത്, വിവാഹം ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. എന്തിനാണ് അല്ലാഹു നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുകയോ വിവാഹം ചെയ്യാൻ പറയുകയും ചെയ്തത്? നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ. നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കാൻ പുരുഷനോട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടേണ്ട സ്ഥലം എവിടെ? പള്ളിയോ? ഭാര്യന്റെ അടുത്ത്. ഭാര്യ എവിടെ അങ്ങാടിയില? പഞ്ചായത്ത് ഓഫീസിലോ? ഏടുണ്ടാവും ഭാര്യ? മിണ്ടാത്തെ വീട്ടിൽ. അപ്പൊ വീട്ടിലാണ് നിങ്ങൾക്ക് ഏറ്റവും സമാധാനം കിട്ടേണ്ടതെന്ന് ഖുർആൻ. അതുകൊണ്ടാണല്ലോ തസ്കുനു ഇലൈഹ സക്കന. വീടിന് അറബിയിൽ പറയല്, ബഹ്റൈനിലൊക്കെ എന്താ പറയാ? മസ്കൻ അല്ലേ? ബഹ്റൈനിലല്ലേ? എനിക്ക് താമസ സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. മസ്കൻ അത് സക്കന എന്നുള്ളതാണ്. അതേ പ്രയോഗം അല്ലാഹു ലിതസ്കുനു ഇലൈഹ. സക്കന എന്ന അർത്ഥം കാര്യങ്ങൾ ശരിക്ക് അടങ്ങി. സക്കന അടങ്ങി, അടങ്ങി. സക്കന അറബിയിൽ പറയാറുണ്ട് സക്കനൽ മാഉ, വെള്ളം അടങ്ങി എന്ന്. എപ്പോഴാ വെള്ളം അടങ്ങി എന്ന് പറയലേ? ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, നിങ്ങൾ മേശപ്പുറത്ത് വെച്ചു. ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ വെള്ളം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പറയില്ല സക്കനൽ മാഉ. അതിലെ ചെറു ചലനം പോലും നിശ്ചലമാകുന്നത് എപ്പോഴാ? അപ്പറ പറയാ സക്കനൽ മാഉ, വെള്ളം അടങ്ങി. മസ്കൻ എന്ന് പറഞ്ഞാൽ അടങ്ങുന്ന സ്ഥലം. എന്തടങ്ങ? ഹൃദയം അടങ്ങ. ഹൃദയം അടങ്ങുമ്പോഴാണല്ലോ എല്ലാം ശാന്താവുക, അല്ലേ? ഹൃദയം അടങ്ങുക. ഒരു പുരുഷന്റെ ഹൃദയം അടങ്ങുന്ന സ്ഥലം, നിശ്ചലമാകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹൃദയം അറ്റാക്കൊന്ന് സ്റ്റോപ്പാകുമെന്നല്ല. പിന്നെ ഹൃദയത്തിലെ താളഭംഗങ്ങളും ടെൻഷനുകളെല്ലാം പോയി 0 പോയിന്റിലേക്ക് ഹൃദയം വരുന്ന സ്ഥലം ഏതാണോ അതാണ് മസ്കൻ. അതിനാ വീട് എന്ന് പറയാ. വീടിനാണ് സമാധാനം നൽകുന്ന സ്ഥലം എന്നാണ് അറബിയിലെ അതിന്റെ ശരിക്കർത്ഥം. താമസിക്കുന്ന സ്ഥലം എന്നല്ല, സക്കന സമാധാനം നൽകുന്ന അടങ്ങുന്ന സ്ഥലം എന്നർത്ഥം. നിങ്ങൾ ആലോചിക്കണേ, വീട്ടിൽ എവിടെന്നാ സമാധാനം കിട്ടേണ്ടത്? സിറ്റ് ഔട്ടിൽ നിന്നല്ല, ചുമരിൽ നിന്നല്ല, സെന്റർ ഹാളിൽ നിന്നല്ല, നിങ്ങൾ ഡൈനിങ് ഹാളിൽ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടിരിക്കുന്ന ടേബിളിൽ നിന്നല്ല, മോഡേൺ കിച്ചണിൽ നിന്നല്ല, അടുപ്പിൽ നിന്നല്ല, വീടിന്റെ റൂഫിൽ നിന്നല്ല. പിന്നെയോ ഈ വീട്ടിന്റെ അകത്തൊരാറുണ്ട്, ആൾക്കാർ നമ്മൾ ഭാര്യ എന്ന് പറയാറുള്ളത്. ആ ഭാര്യയിൽ നിന്ന് ആ സമാധാനം കിട്ടേണ്ടത്. ആ ഭാര്യ സമാധാനം തരാൻ പറ്റുന്നവളല്ലേ? പിന്നെ നിങ്ങളുടെ വീട്ടിനകത്തുള്ള ജീവിതം നരക തുല്യമായിരിക്കും എന്റെ സഹോദര. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിയാം, ഭാര്യ നല്ല പെണ്ണുങ്ങളാണോ അയാൾ പെരേന്ന് തന്നെ പോവില്ല. ജമാഅത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ പോകും. സുന്നത്ത് പോലും ഒരു നമസ്കരിക്കാം. ആ ശരി മഹാരാജി
സുന്നത്ത് പോലെ നിസ്കരിക്കാം, വീട്ടിൽ നിസ്കരിക്കാം. എന്നാ ഭാര്യ മോശപ്പെട്ടവളാണെങ്കിലോ വീട്ടിൽ പോകുന്നല്ലോ. എന്താ സതേ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ കുമ്പസാരം കേൾക്കാൻ കഴിയൂല. ഒരിക്കൽ അയാൾ മരിച്ചുപോയി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ കണ്ട കാലമൊന്നും ആ മനുഷ്യനൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഇയാൾ എപ്പോഴാണ് വരിക പള്ളിക്ക്? തഹജ്ജുദിന്റെ സമയത്തെ പള്ളി വരും. കുറേ തഹജ്ജുദ് നിസ്കരിക്കും, കുറേ ഖുർആൻ ഇരുന്ന് ഓതും. സുബൈ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെയും ഓതും. പിന്നെ അവിടെ തന്നെ കിടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നീച്ചു വന്നിട്ട് ഉസ്താമാർ ഭക്ഷണം കഴിക്കണോടത്തൊക്കെ വന്നിട്ട് ഉസ്താദേ നാസ്ത വന്നെന്നൊക്കെ ചോദിക്കും. എന്തിനാ? ഉസ്താമാർക്ക് നാസ്ത വന്നൊന്നും അന്വേഷിക്കാനല്ല. മൂപ്പരിങ്ങനെ നാസ്ത കഴിക്കുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോൾ പറയല്ലോ എന്നാ ആചാര്യ ഇരുന്നോളി. അപ്പം മൂപ്പര് നാട് ഇരിക്കും. നാസ്ത ഉസ്താമാരെ കൂടെ ഇരിക്കും. ഉച്ചക്ക് ഭക്ഷണം എടുത്തെങ്കിലൊക്കെ പൈസ കൊടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കും. രാത്രിയാണ് വീട്ടിൽ പോവാം. രാത്രി വീട്ടിൽ പോയപ്പോഴാണ് പോലെ ലാസ്റ്റ് സമയത്ത് പോകും. ഞാൻ ആദ്യം മനസ്സിലാക്കി എന്താ പറയുക, ഇയാൾ ഭയങ്കര മുത്തഖിയായ മനുഷ്യനായതുകൊണ്ട് ഈ പള്ളിയിൽ എന്നെ കൂട്ടുകയെന്നാണ്. അല്ല, ഞാൻ പിന്നെയാണ് അയാളെക്കുറിച്ച് മനസ്സിലായത് അയാളും അയാളെ ഭാര്യയും തമ്മിൽ തെറ്റാണ്. ഭാര്യ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ്. ഭാര്യ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു വാഗ്ദത്തം ചെയ്ത സമാധാനം ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, പിന്നെ എവിടെ നിന്ന് കിട്ടാനാ? ഭാര്യ സമാധാനം നൽകാൻ പറ്റുന്നവളാകണം എന്ന് ഖുർആൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഇത് എപ്പോഴാ ശ്രദ്ധിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ ശേഷം മന്ത്രവാദം നടത്തിയാലൊന്നും ശരിയാവൂലേ? കല്യാണം കഴിഞ്ഞിട്ട് മന്ത്രവാദം നടത്തിയ പോലെ ഉസ്താദേ ഒന്നും ശരിയാവൂല. എന്നോടൊരു ചെറുപ്പക്കാരൻ പണ്ട് പറഞ്ഞ, എന്നോട് ഗൾഫിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു പെണ്ണ് വേണം, ഞാൻ പെണ്ണിട്ടാൻ വേണ്ടി വന്നാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കുറേ കുട്ടികളെ പഠിപ്പിക്കില്ലേ? നിങ്ങളെ കോളേജിൽ കുറേ കുട്ടികളെ, ഒരു കുട്ടീനെ എനിക്ക് ശരിയാക്കി തരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ പെണ്ണ് ശരിയാക്കണ പണി ദല്ലാൽ പണി എനിക്കില്ല അറിഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ഡിമാൻഡ് എന്ന് ചോദിച്ചു. അപ്പം എന്നോട് എനിക്ക് ഒരു ഡിമാൻഡില്ല ഉസ്താദേ, ആകെ ഒരു ഡിമാൻഡുള്ളൂ. എന്താ ഡിമാൻഡ് ചോദിച്ചു. ഓൻ തന്നെ ചിരിക്കുന്നുണ്ട്. ഓന്നിട്ട് പറയണേ, നിങ്ങൾ വയത് പറയുമ്പോഴൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ എന്താ? ഓൻ എന്നോട് പറഞ്ഞു, സാധാരണ പറയലുണ്ട് പിന്നെ ദീനീബോധമുള്ള കുട്ടിയാണ് എന്നെ കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ പറയാറുണ്ട് ഉസ്താദേ, പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നല്ല കിട്ടി. ഓന്നിട്ട് തന്നെ പറയാം, 4 കാര്യത്തിനല്ലേ കല്യാണം ചെയ്യാന്ന് പറയല്. ഒന്ന്, സ്വത്ത് ഉള്ള പെണ്ണിനെ കല്യാണം ചെയ്യാം. ഉസ്താദേ എനിക്ക് സ്വത്തുള്ള പെണ്ണിനെ വേണ്ട, കാരണം എനിക്ക് തന്നെ നല്ല കച്ചവടമുണ്ട് ദുബായി, ഞാൻ നല്ല ഉഷാറാണ്, കെമ്പാട് സ്വത്തുണ്ട്, ഞാൻ എനിക്ക് ഓള സ്വത്ത് കൊണ്ട് എനിക്ക് സ്വത്ത് വേണ്ട. ഞാൻ പിന്നെ തറവാട്, എന്നോട് തറവാട് എനിക്ക് വേണ്ട, കാരണം എനിക്ക് തറവാട് കുറച്ചൊന്നും മോശാലും കുഴപ്പമൊന്നുമില്ല, കാരണം എനിക്ക് അവളിൽ കുട്ടികളുണ്ടായാൽ ആ കുട്ടികളെ എന്നിലേക്ക് ചേർത്താണല്ലോ പറയാ, ഓളിലേക്ക് ചേർത്തല്ലോ പറയാ. അപ്പൊ എന്റെ തറവാട് ഉഷാറാ, അപ്പൊ എനിക്ക് അതും കുഴപ്പമില്ല. ഞാൻ പിന്നെന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ ദീനീബോധമുള്ള കുട്ടി അയാൾ തിരക്കടില്ല, പക്ഷെ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെന്നാ എന്നോട് ഇനിയിപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടി ദീന് കുറച്ച് കുറവാണെങ്കിലും ഞാൻ എവിടെയും കൊണ്ടൊക്കെ പഠിപ്പിച്ചോളും, അല്ലെ നല്ല വാഗമൊക്കെ കേൾപ്പിച്ചു കൊടുത്തോളൂ, എന്നിട്ട് ഞാൻ ഉഷാറാക്കിയോളൂ. ഞാൻ പിന്നെ എന്താണ് ഡിമാൻഡ്? എന്നോട് ഞാൻ ആകെ ഉണ്ടാവാത്ത ഒറ്റ സാധനം ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയത് സൗന്ദര്യമാണ്, വേറെല്ലൊക്കെ ഉണ്ടാക്കിയുണ്ടാവും. എന്നോട് പറയാം, ആകെ ഉണ്ടാവാത്ത സൗന്ദര്യമാണ്, അതുകൊണ്ട് സാധേ കാണാൻ അത്യാവശ്യം ചൊങ്ക് വേണം, വേറെല്ലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളൂ എന്നാണ്. തെറ്റാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാടാണ്, തെറ്റാണത്. എന്തുകൊണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം ശ്രദ്ധിച്ചുള്ള ഈ ഹദീസിലെ 10:30 വരെ വേദോരാന്നുള്ള പറഞ്ഞു. 10:30 ആയല്ലോ, 11:30 പറ്റുന്നു, 12:00 അപ്പുറത്തുണ്ട്, 1 മണി പിന്നെ അതിൻ്റെ അപ്പുറത്തുണ്ട്, 2 മണി അതിൻ്റെ അപ്പുറത്താണ്, അല്ലേ? സമയം കഴിഞ്ഞു. നിങ്ങൾ പരക്കെ വിഷയം കൊടുത്താലുള്ള പ്രശ്നമാണ്, ഏടിയും പറഞ്ഞെത്തൂല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 4 കാര്യത്തിനാണ് സാധാരണ രീതിയിൽ വിവാഹം കഴിക്കപ്പെടാറുള്ളത്. ലിമാലിഹാ, സ്വത്തിന് വേണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. ഓലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വേറെല്ലൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും സ്വത്ത് കുറയാൻ പാടില്ല. എന്താ? സ്വത്താണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാ ചോദിക്കല്, എന്താ ഓലെ ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കും. ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കണതിനാ? സ്വത്തുണ്ടോന്ന് അറിയാനാ, സ്വത്തുണ്ടോന്ന് അറിയാൻ. അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്നാ ചോദിക്കണം. അതോ ആ കാണുന്ന ആ വലിയ തോട്ടൽ അയാളുടെ, ഈ ബസ് അയാളുടെ, അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ പറയും ചെയ്യുക. ചില ദല്ലാൽമാരുണ്ടല്ലോ, ഓലെ അവസാനം പണ്ട് ഇതേപോലെ വിവാഹം അന്വേഷിച്ചിട്ട് ഭയങ്കര ഉഷാറാക്കിയിട്ട് പറഞ്ഞു, ഈ എന്താ നിങ്ങൾ പറയില്ല, നടുവിരിക്കണാക്ക് ബ്രോക്കർ എന്ന് പറയും. നല്ല ബ്രോക്കർമാരുണ്ട് കേട്ടോ, നല്ല ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ കളവൊന്നും പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. പണ്ട് ഇപ്പം എങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടോണ്ട് പറഞ്ഞൊക്കെ യോജിപ്പിച്ച് അവസാനം ഈ പെണ്ണിൻ്റെ ആൾക്കാർക്ക് തോന്നി ആ പുതിയാപ്പിള്ള നമുക്ക് കിട്ടൂല. ഇവര് ചോദിച്ചു കിട്ടുമോന്ന് ചോദിച്ചു. നമുക്ക് നിന്ന് കിട്ടും എങ്ങനെയെങ്കിലും.
അപ്പൊ അതെല്ലാവരും നിന്ന് കിട്ടിയ ഞങ്ങള് കഴിച്ചിലായി. ഓനെ നിങ്ങൾക്ക് നിന്ന് കിട്ടിയ കഴിച്ചിലായി. അങ്ങനെ പുതിയാപ്പിള്ളൊക്കെ കാണാൻ പോയപ്പോൾ നല്ല ഉഷാറ് പാൻറ് കുപ്പായൊക്കെ എടുത്തതിന് മുമ്പ് ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കണം. എന്തോ ഒരു ചൊങ്കൻ, എല്ലാവരും കണ്ട് എല്ലാവർക്കും കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നു. കല്യാണമൊക്കെ നിശ്ചയിക്കപ്പെട്ടു. കല്യാണത്തിൻ്റെ പുതിയാപ്പിള വരുമ്പോഴല്ലേ മനസ്സിലായത് ഇവന് നടക്കാൻ കഴിയില്ല. അപ്പം വടി കുത്തി പിടിച്ചിട്ടാണ് വരുന്നത്. അവസാനം ദല്ലാടെ കോളറ് പിടിച്ചു, ബ്രോക്കറെ കോളറ് പിടിച്ചു ആൾക്കാർ. എന്താടാ അംകേജ് എന്ത് പറഞ്ഞേ? അയാളോട് ഞാൻ സത്യല്ലേ പറഞ്ഞേ. എന്താ രാജു പറഞ്ഞേ? ഇജന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ കിട്ടുമെന്ന് വരെ ബേജാറായി. ഇതാണല്ലോ കോലം തന്നെ. അപ്പം പറഞ്ഞു ഞാൻ അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ നിന്ന് കിട്ടിയ കഴിച്ചിലായി. ഞാൻ പറഞ്ഞോനെ നിൽക്കാൻ കഴിയില്ല എന്നാണ് ഇവല് മനസ്സിലാക്കിയ. എന്താ വേറൊന്നും അവല് മനസ്സിലാക്കിയ. പണ്ടൊരു ചങ്ങായിനെ കുറിച്ച് പറഞ്ഞു, ഓനെങ്ങനെ ഓന് താമര പോലെ എന്ന്. താമര പോലെ കാണുമ്പോൾ അങ്ങനെ തന്നെ നല്ല ചുങ്കുണ്ട് കാണാൻ. നോക്കുമ്പോൾ കല്യാണം നോക്കുമ്പോൾ വിവരം ഇവനെപ്പോഴും വെള്ളത്തിലാണ്. അപ്പൊ ബ്രോക്കറെ പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സത്യം തന്നെയല്ല പറഞ്ഞു, താമര എപ്പോഴും എവിടെ ഉണ്ടാല് വെള്ളത്തിൽ എന്ന് പറഞ്ഞു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങാതിരിക്കാൻ തമാശ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നല്ലോ ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ഉമ്മമാരെ ശ്രദ്ധിക്കണേ. പുണ്യ നബി പറയാ, സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്ന ആളുകളുണ്ട്. അവൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ, ആരാണോ പെണ്ണിനെ സ്വത്തിന് വേണ്ടി വിവാഹം ചെയ്യുന്നത്, ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ, ആ ദാമ്പത്യ ജീവിതം കലാശിക്കുന്നത് ദാരിദ്ര്യത്തിലായിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ ദാമ്പത്യ ജീവിതം കലാശിക്ക ദാരിദ്ര്യത്തിലാണ്. ആര് ലോകത്തോട് കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ. റസൂലുള്ള പറഞ്ഞു, രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ലിജമാലിഹാ, അവർ പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിനാണ്. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ആരാണോ ഒരു സ്ത്രീയെ സൗന്ദര്യത്തിന് വേണ്ടി വിവാഹം ചെയ്യുന്നത്, സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയെ നശിപ്പിച്ചു കളഞ്ഞേക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി കല്യാണം ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ജീവിതത്തിൽ ടെൻഷനാകും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? പെണ്ണിന്റെ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരിക്കൽ ഒരു സ്വഹാബി വന്നു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നലിംറഅ, എനിക്കൊരു ഭാര്യയുണ്ട്. നല്ല ശ്രദ്ധിക്കണേ, എനിക്കൊരു ഭാര്യയുണ്ട്. ലാ തറുദ്ദു യദമൻ മസ്സഹാ, ആരവളെ തൊട്ടാലും തൊട്ടവന്റെ കൈയൊന്നും അവൾ മടക്കുകയില്ല എന്ന് ഈ സ്വഹാബി. എനിക്കൊരു ഭാര്യയുണ്ട് നബി, ആരോളെ തൊട്ടാലും തൊട്ടോന്റെ കൈയൊന്നും അവൾ തട്ടുകയില്ല. അതൊരു കിനായത്താണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടപാട് പറഞ്ഞു ആ സ്വഹാബിയോട്, തല്ലിഖഹാ, തലാഖ് ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ അർശിന്റെ കാലുകൾ പോലും വിറച്ചു പോകുമെന്ന് പഠിപ്പിച്ച പുണ്യ നബി ആ സ്വഹാബിയോട് പറഞ്ഞു, തല്ലിഖഹാ, അവളെ നീ തലാഖ് ചൊല്ലിയേക്കെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞു, ഒഴിവാക്കിയേക്ക് നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടൂല. അപ്പൊ ഇയാൾ പറഞ്ഞു, നബി ഇന്നി ഉഹിബ്ബുഹാ, അവൾ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നുമില്ല നബിയേ, എനിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടമാണ്, അവൾക്ക് വല്ലാത്ത സൗന്ദര്യമായ റസൂലല്ലാഹ്, പക്ഷേ അവളിൽ ഇങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട് നബിയേ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത്, എന്നാ ആ ടെൻഷനും പേര് നിങ്ങൾ ജീവിച്ചോളൂവെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാനെ പേടിക്കാത്ത സൗന്ദര്യമാണോ അത് പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞേക്കാം. നബി പറഞ്ഞല്ലോ, ചില ആളുകളുണ്ട് അവർ തറവാടിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവൻ തസവ്വജ ഇംറഅതൻ, ഒരാൾ ലിനസബിഹാ, തറവാട് നോക്കിയിട്ട് വിവാഹം ചെയ്യുന്ന ആളുകളാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു, അവന് 35 വയസ്സുണ്ടെന്ന്. അവൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്ര കല്യാണം താമസിച്ചെന്ന് ചോദിച്ചു.
എന്നോട് ചോദിച്ചാൽ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് 28 എന്നൊക്കെ എഴുതുള്ളൂ, പക്ഷേ ശരിക്കും എനിക്ക് വയസ്സ് 35 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു എത്ര താമസം? എന്നോട് ചോദിച്ചാൽ യോജിച്ചൊരു കുടുംബം കിട്ടണ്ടേ, അവൻ്റെ പ്രശ്നം അതാണ്. അവൻ പറഞ്ഞു നിറം കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല, സമ്പത്തൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, കയറിപ്പോകാൻ പറ്റുന്ന 4 ആളെ മുമ്പിൽ പറയാൻ പറ്റുന്ന കുടുംബമാണോ, അതിലൊന്നിനും ഒരർത്ഥമില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാ തറവാട് നോക്കിയാണ് പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് എങ്കിൽ വെറും തറവാടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, മതബോധത്തിന് പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ പുണ്യ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസ്ദുഹുല്ലാഹു ഇല്ലാ തറവാടിന് മാത്രം പ്രാധാന്യം നൽകുന്ന ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും അവർ അവമതിക്കപ്പെടും എന്ന് നിന്ദിക്കപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ശരിയാ? എന്താ ഓ വലിയ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്, ആ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആ ഭാര്യ അവനോട് പറയാം നിങ്ങൾ എന്നെ മോശമാക്കി, എന്താ പ്രശ്നം? കുടുംബത്തിലെല്ലാവരും അവിടെ കൊടുത്തപ്പം 5 പവന്റെ പൊന്ന്, 4 പവൻ 10 പവന്റെ സ്വർണ്ണമൊക്കെ കൊടുത്ത് ഇവൻ കൊടുത്തു ഒരു വാന. ഓള് വീട്ടിലെത്തിയിട്ട് പറയാം നിങ്ങൾ എന്നെ മോശാക്കി, അവൻ ടെൻഷനാവും. തറവാടിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ സമാധാനം നൽകാൻ പറ്റുന്ന പെണ്ണാരാ, കുടുംബജീവിതത്തിൽ സമാധാനം നൽകാൻ പറ്റുന്ന പെണ്ണാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് മൻ തസവ്വജ ഇംറഅതൻ ലിദീനിഹാ, അല്ലാഹുവിനെ പേടിക്കുന്ന സ്വാലിഹത്തായ പെണ്ണാ. അങ്ങനെയുള്ള പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാരക ലഹാ ഫീഹി, അവളിൽ അയാൾക്ക് അവളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. ആ പെണ്ണിനെ കുടുംബജീവിതത്തിൽ സമാധാനം തരാൻ കഴിയുള്ളൂ. അങ്ങനത്തെ പെണ്ണിനെ ലോകത്തെ ഏടിയിട്ടിട്ട് ലോകത്ത് ഏത് ഭാഗത്തേക്കും പോവാ, ഒരു പ്രശ്നമുണ്ടാവില്ല. അല്ലാത്ത പെണ്ണാണ് ഓൻ വഴക്കുണ്ടാക്കി കുടിയിരിക്കാൻ ഓളെ പേരിലുമാണ്. ഇവിടെ അങ്ങനെ അല്ലല്ലോ, കണ്ണൂർ ജില്ലയിലൊക്കെ അങ്ങനെ അങ്ങോട്ട് എന്താ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് 10 സെന്റോ 20 സെന്റോ 25 സെന്റോ ഒക്കെ വാങ്ങും. എന്നിട്ട് ഈ ചങ്ങായി വീടുണ്ടാക്കിയില്ല, ഓളെ സ്ഥലത്താണ് ഇവൻ അധ്വാനിച്ച പൈസ കൊണ്ട് ഇവൻ വീടുണ്ടാക്കി. വീടിന്റെ കുടിയിരിക്കലിന് ഓന അടുത്ത ആഴ്ച വരാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവൾ വീടിന്റെ പണിയെടുക്കാൻ വന്ന ബംഗാളിന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. എവിടെ തകരാറ് പറ്റി? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ സ്വാലിഹത്തായ പടച്ചോനെ പേടിക്കണ പെണ്ണിനെ നോക്കിയിട്ടാണ് കല്യാണം ചെയ്യേണ്ടത്. ചെറുപ്പക്കാരെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മളോട് ചാറ്റ് ചെയ്ത പെണ്ണാ, 5 കൊല്ലമായി ഞാനും അവളും ബന്ധത്തില, സ്നേഹത്തില. എന്റെ പ്രിയമുള്ള സഹോദര, അവൾ അല്ലാഹുവിനെ പേടിക്കുന്നവളല്ല, അല്ലാഹുവിനെ പേടിക്കുന്ന പെണ്ണാണോ? എങ്ങനെയാണ് അവൾ നിന്നോട് ചാറ്റ് ചെയ്യുക, നിന്നോട് സംസാരിക്കുക? ഹറാമല്ലേ? നീയുമായി ചാറ്റ് ചെയ്യുന്ന പെണ്ണാണോ? ഫോൺ കോളുള്ള പെണ്ണാണോ? വിവാഹത്തിന് മുമ്പേ സ്നേഹബന്ധമുള്ള പെണ്ണാണോ? തമ്മാടിനിയാണ് ആ പെണ്ണ്. തമ്മാടിനിയാണ് ആ പെണ്ണിന് ഒരിക്കലും എന്റെ ജീവിതത്തിൽ സമാധാനം തരാൻ പറ്റൂല എന്ന് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെങ്ങളെ, നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയാ നിങ്ങൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത്? അടുത്ത ഒരു 1.5 കൊല്ലം മുമ്പ് 2 കൊല്ലം ആയിട്ടുണ്ടാവും ചിലപ്പോ. ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അറിയുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. അവിടെ ഒരുത്തൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഇവന് പെണ്ണിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെണ്ണിന്റെ വീട്ടുകാരോട് എന്തായി വിവരം നോക്കുമ്പോൾ പറയും രാവിലെ പറയാം, പിന്നെ പറയും ഉച്ചക്ക് പറയാം, പിന്നെ പറയും വൈകുന്നേരം പറയാം, പിന്നെ പറയും നാളും കൂടി കാത്തിക്കും. അപ്പൊ എന്താ പിടുത്തെന്ന് വിളിക്ക് മനസ്സിലായില്ല എന്താ സംഗതി. അവസാനം ചോദിച്ചോക്കും പറഞ്ഞു ഓക്കെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ വീട്ടുകാർ ഓളെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നാളെ പറയാം ഉച്ചക്ക് പറയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം ഓളോട് ഇവര് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ പുതിയപ്പൾക്ക് എന്താ കുഴപ്പം? അല്ല ഓൻ തുണി കൊടുത്തിട്ടാ പെണ്ണ് കാണാൻ വന്നത്. വല്ലാഹി ഹഖൻ, അള്ളാന്റെ പള്ളീൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞത്. ഈ പെണ്ണ് പറയാം അവൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താ ഓൻ തുണി കൊടുത്തിട്ടാ പെണ്ണ് കാണാൻ വന്നത്. എന്നിട്ട് ചെറുപ്പക്കാരുണ്ടോ തുണി കൊടുക്കണോല്? പെണ്ണിന്റെ കാഴ്ചപ്പാടാ ഞാൻ ഈ പറയണത്. പെങ്ങളെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ റമദാനിലെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 കൊല്ലം മുമ്പ്
ഒരു പെണ്ണിനെയും 2 പിഞ്ചു മക്കളെയും രാത്രി വസ്ത്രമെടുക്കാൻ എന്ന പേരിൽ കോഴിക്കോട്ട് കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് വെള്ളക്കെട്ടിലേക്ക് മറിച്ചിട്ടിട്ട് കൊന്നുകളഞ്ഞത് ഓർമ്മണ്ടോ? എന്തേ? പോലീസുകാരൻ ചോദിച്ചവനോട്, അവനെ ആ സ്ഥലത്ത് തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സമയത്ത് അവൻ പറഞ്ഞല്ലോ, ഞാൻ മറിച്ചിട്ട പാടെ ഈ പെണ്ണിന്റെ മാറിടത്തിൽ കടഞ്ഞ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന ചെറിയ കുട്ടിയുണ്ട്. ആ പെണ്ണിന് ഇവന്റെ മോളാ. ഇവൻ പറയാണ്, ഞാൻ വെള്ളക്കെട്ടിലേക്ക് ഇവിടെ മറിച്ചിട്ടപ്പോ ആ ചെറിയ കുട്ടി പൊങ്ങി വന്നു കരഞ്ഞ്. ആ സമയത്ത് ഇരുട്ടിൽ ഞാൻ ഈ കാലുകൊണ്ട എന്റെ പൊന്നുമോളെ ചവിട്ടി താഴ്ത്തിയത്. എന്താ തകരാറുകള്? അള്ളാന് പേടിണ്ടായില്ല. കണ്ടോടുത്തുനിന്ന് കണ്ടോനൊക്കെ സ്നേഹിച്ചും പ്രേമിച്ചും കല്യാണം കഴിച്ചാൽ അതിന്റെ അവസാനം അനന്തരഫലം അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ നബിയല്ലേ നമ്മുടെ നബി. അറഫായുടെ മണ്ണിൽ നിന്ന് പോലും പ്രഭാഷണം നടത്തിയപ്പോ എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങളുടെ കാര്യം പറയാ ഹബീബ് മറന്നുപോയിട്ടില്ല. സ്വഹാബികളോട് പറഞ്ഞല്ല, സ്വഹാബ നിങ്ങളോട് ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാ. നിങ്ങൾ ഞാൻ കടന്നു വരുമ്പോൾ സ്ത്രീകളെ ഭാര്യമാരെ അടിക്കുന്നവരായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരുന്ന ചെയ്തികളിലേക്ക് തിരിച്ചു പോകരുത്. ഭാര്യമാരോട് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് അറഫായുടെ മണ്ണിൽ വെച്ച് പോലും നിങ്ങളുടെ കാര്യം പറയാൻ ഹബീബ് മറന്നുപോയിട്ടില്ല. ആ റസൂലുള്ള പറഞ്ഞത് ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് എന്താ പറഞ്ഞത്? മൻ തർലൗന ദീനഹു വഖുലുഖ ഫസവ്വിജൂഹു. നല്ല മതബോധമുള്ള സൽസ്വഭാവമുള്ള അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാർക്കാണ് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാരൊക്കെ സൽസ്വഭാവികളാക്കി തരട്ടെ. സൽസ്വഭാവികളല്ലെങ്കിൽ അല്ലാഹു സൽസ്വഭാവികളാക്കി തരട്ടെ. സൽസ്വഭാവിയല്ലാത്ത മനുഷ്യന്റെ അടുത്ത് ഒരു പെണ്ണിന് സമാധാനം കിട്ടൂല. സമാധാനം കിട്ടൂല. സൽസ്വഭാവിയായ പുരുഷന്റെ അടുത്ത് ഒരു പെണ്ണിന് സമാധാനം കിട്ടൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അള്ളാഹിനെ പേടിയുള്ള ആളാവണം, സൽസ്വഭാവമുള്ള ആളാവണം. ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോല, കാരണം തേടിയെത്തൂല. പറഞ്ഞിട്ടൊരു അറ്റത്തെത്തിക്കണ്ടേ. ഈ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെണ്ണ് കണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്യുക. നിക്കാഹിന്റെ വേറെ നിബന്ധനകളൊന്നും അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നിക്കാഹ് ചെയ്യാം. നിക്കാഹ് ചെയ്താൽ പിന്നെ ചെയ്യുന്ന എല്ലാറ്റിനും പ്രതിഫലം. ഭാര്യനോട് സംസാരിച്ചു, അതിനല്ലാഹു കൂലിയിടും. ഭാര്യനെ കൂട്ടി യാത്ര പോയി, അതിനല്ലാഹു കൂലിയിടും. എങ്ങോട്ട്? വിധാൻ സൗദിലേക്ക് പോയി എന്നല്ല, മറ്റേ ലാൽബാഗ് പോയി എന്നല്ല. ഭാര്യനെ കൂട്ടിയൊരു യാത്ര. യാത്രയൊക്കെ നല്ലതാ. റസൂലുള്ള യാത്ര ചെയ്യുമ്പോൾ ആരെ കൂട്ടാറുണ്ട്? ഭാര്യമാരെ കൂട്ടാറുണ്ട്. ഭാര്യമാരിൽ ഒരാളെ കൂട്ടാറുണ്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ. നമ്മൾ യാത്ര ചെയ്യുക ചങ്ങായിമാരെ കൂടെ, ചങ്ങായിമാരെ കൂടെ. ഇനി ഭാര്യ പോരുണ്ടോ? ഭാര്യനെ കൂട്ടൂല്ല. എന്നോടടുത്ത് ഒരിക്കൊരാൾ വന്നിട്ട് എന്നോട്, സാധേ നിങ്ങളടുത്ത് ഹജ്ജിനൊരു സീറ്റ് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആർക്ക് പോകാനാ? അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ ഭാര്യനെ പറഞ്ഞേക്കാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ലാന്ന്. നിങ്ങൾക്ക് പൈസ ഇല്ലേന്ന്. എൻ്റെ പൈസക്കാണ് ഞാൻ ഓളെ പറഞ്ഞേക്കണം. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, നിങ്ങൾക്ക് കൂടി പോയിക്കൂടെ? രണ്ടാൾക്കും, ഭാര്യക്കും ഭർത്താവിനും ഒന്നിച്ചു പോകാനുള്ള സുന്നത്ത് നൽകി. ഹജ്ജിന് പോകുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു പോലെ സുന്നത്തല്ല. എന്നാൽ എന്തിനാ സുന്നത്ത് കളിയിൽ? എന്നോട് ചോദിച്ചാതെ ആ സുന്നത്ത് ഇപ്പോൾ എടുക്കാൻ നിന്ന് ഹജ്ജിട്ടൂലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് പറഞ്ഞ് ഞാൻ ഓള് ഒന്നിച്ച് ഹജ്ജിന് പോയി വിചാരിക്കാം. ഇവിടെ തന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് വിരിയുന്ന സഹിച്ചിട്ട് ഞാൻ അങ്ങനെ പോവാം. 35 കൊല്ലം ഒന്നിച്ച് ജീവിച്ച ജീവിതത്തെ കുറിച്ച് അയാൾ ഈ പറയണത്. ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. 35 കൊല്ലം ഒരുമിച്ച് ജീവിച്ച ജീവിതത്തെ കുറിച്ച് ഇയാൾ പറയാം. അല്ലെങ്കിൽ തന്നെ വിരിയാ. മക്കത്തുനിന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുത്തെ മാതിരി ആവില്ല. ഞാൻ എന്നെ തിരിച്ചു പറയും. ഇവിടുന്ന് ഞാൻ തിരിച്ചു പറയാം. ആദ്യമാതിരി ആടുന്ന് തിരിച്ചു പറയും.
വെറുതെ എൻ്റെ ഹജ്ജിന് എന്തിനാ ഞാൻ നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഇനിയിപ്പോൾ ഇക്കൊല്ലം ഞാൻ പോയി. ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇക്കൊല്ലം പോയി അടുത്തോളം ഓള് പോയിക്കോട്ടെ. എന്നോട് ഞാൻ ആ കഥ പറയണ്ടു സാറേ, ഇക്കൊല്ലം ഞാൻ പോയി അടുത്തോളം ഓളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം എൻ്റെ ചെവിടിനൊരു സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മേയാണ് പോയിക്കോട്ടെ, ശല്യം. ഓള് പോയി പോന്നാൽ പിന്നെ എനിക്ക് പോകാലോ. എൻ്റെ ഹജ്ജായി കിട്ടാൻ നമ്മൾ രണ്ടാളും ഒന്നിച്ചു പോലല്ല നല്ലത്, വേറെ പോലെ നല്ലത്. ഇസ്ലാം വിഭാവനം ചെയ്ത സന്തോഷം ഇവിടെ കുടുംബത്തിൽ. അള്ളാഹുവിന്റെ ഞാൻ അടുത്ത ഘട്ടം പറയാനുള്ളതാണ്. എന്ത് പറയാ, ചെറിയ സമയം കൊണ്ട് ഇവിടെ പറയാനാ എടിയത്തൂലെ പറഞ്ഞാൽ നമ്മൾ ദ്വാരന്ന് പിരിയും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂലായ സദസ്സാക്കട്ടെ. അള്ളാഹുവേ നീ കബൂലായ സദസ്സാക്കണേ റബ്ബേ. നിക്കാഹ് ചെയ്യണം. നിക്കാഹ് ചെയ്തിട്ട് തന്റെ ഭാര്യയെ കാണുമ്പോൾ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. നിക്കാഹ് ചെയ്ത് പിറ്റേന്ന് എന്താ ചെയ്യേണ്ടത്? ഭാര്യനെ കാണുമ്പോൾ പൊട്ടാസൂട്ടിക്കല്ലേ കഴിയുന്നത്. ഭാര്യയെ കാണുന്ന പാടെ നിക്കാഹ് ചെയ്തിട്ടാ പിന്നെ ഭാര്യൻ്റെ അടുത്ത് പോകണ്ടല്ലേ. നിക്കാഹ് ചെയ്തിട്ട് തന്റെ ഭാര്യയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം ചൊല്ലണം. ഭാര്യമാരെ എപ്പോൾ കാണുമ്പോഴും സലാം ചൊല്ലണം. വീട്ടിലേക്ക് ചെല്ലുക, വെളിയിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം ചെല്ലണം. വീട്ടിക്ക് ഭാര്യമാരോട് വീട്ടിക്ക് ചെല്ലുമ്പോൾ സലാം ചെല്ലുന്ന ആൾക്കാരൊന്ന് കൈവക്കേ. അൽഹംദുലില്ലാഹ്, ആ വീട് നല്ല സന്തോഷമുള്ള വീട് ഇരിക്കും. ചോദിച്ചു നോക്കണികൾ സലാം ചെല്ലണം. സലാം ചെല്ലണം എന്ന് മാത്രല്ല, സലാം ചൊല്ലിയിട്ട് മുസാഫാത്ത് ചെയ്യണം എന്നാണ്. നിങ്ങൾ ചിരിക്കണേ? ഓക്കല്ലാതെ പിന്നെ ആർക്കാ സലാം ചെല്ലുക? നിങ്ങൾ ആലോചിക്കണേ. രാവിലെ നീച്ചിട്ട് ഓളെ പണി എന്താ? സുബൈക്ക് നീച്ചിട്ട് തുടങ്ങിയതാ ഞമ്മക്ക് വേണ്ടി ചുറ്റിക്കറങ്ങന്നെ. എന്താ നീച്ചിട്ട് സാധു പല്ലും തേച്ച് ഉദുവൊക്കെ ഉണ്ടാക്കി നിസ്കരിച്ചിട്ട് ഓള് പോണേ കേട്ടാ അടുപ്പൊക്കെ പോണെന്തിനാ? നമ്മൾ നീക്കുമ്പോൾ ചായ ഉണ്ടാക്കി തരണം, കടി ഉണ്ടാക്കണം. തന്നെ അപ്പേക്ക് കുട്ടിയൊക്കെ സ്കൂളിൽ പോകാനായി അത് ഡ്രസ്സ് എടുത്ത് ഇത് തേച്ചു മറ്റത് ശരിയാക്കി 10 മണി വരെ ഒരു യുദ്ധസമാനമായ സാഹചര്യ വീട്ടിൻ്റെ അകത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലായപ്പോൾ ഓളോട് ചോദിച്ചു നാസ്തായോ എന്ന് ചോദിച്ചു. എട്ടരക്ക് എന്നോട് നിങ്ങൾക്ക് കുട്ടികളെ പറഞ്ഞേക്കണം, നിങ്ങളെടുത്ത് കഴിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് കഴിച്ചോളാം. കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ പോയി. ഇടയ്ക്ക് ഓളെ കൊണ്ടൊന്ന് വെച്ചുതരാം, പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത് കഴിച്ചോളാം. ഞാൻ തന്നെ പോയി കറി എവിടെയെന്ന് തപ്പി, ദോശ എവിടെയെന്ന് തപ്പി ഞാൻ തന്നെ എടുത്ത് കഴിച്ചത്. ചായ കുടിച്ചു നോക്കുമ്പോൾ തണുത്തേണ്. ഞാൻ ആ വിഷയം പറഞ്ഞില്ല. എന്നോട് ചോദിച്ചു ചായ ചൂടാക്കണോ? ചൂടാക്കേ വേണ്ട, തണുത്തത് എനിക്കിഷ്ടം തരുന്നത്. അതേ പറ്റും. പാവങ്ങൾ ആലോചിച്ചു കാണി ഞമ്മക്ക് വേണ്ടി കഷ്ടപ്പെടുക. എന്താ നമ്മൾ ഓഫീസിൽ 8 മണിക്ക് ഇറങ്ങാനാകുമ്പോഴേക്ക് ഷൂ തുടച്ച് ഡ്രസ്സ് തേച്ച് ഒക്കെ റെഡിയാക്കി വെച്ച് ഒന്ന് കഴിഞ്ഞ് ആ സാധുക്കൾ പിന്നെ നമ്മൾ പോയാൽ നമ്മളെ ശല്യം തീർന്നില്ല. പിന്നെ നമ്മൾ അയച്ചിട്ട ഡ്രസ്സൊക്കെ ഉണ്ട്, അത് മുഴുവൻ അലക്കി വൃത്തിയാക്കി ഉണക്കി തേച്ചൊക്കെ വരുമ്പോൾ കാണാം. പിന്നെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് വെല്ലടിച്ചിട്ട് അപ്പോഴേക്ക് ചായ. സാധുക്കൾ ഉറങ്ങണവരെ, രാവിലെ നീച്ചിട്ട് ഉറങ്ങണവരെ നമ്മൾ ഖിദ്മത്ത് ചെയ്യാം. ആ പെണ്ണിനോട് അസ്സലാമു അലൈക്കും, അവൻ്റെ പൊന്നെ അൻകല്ലാഹു സ്വർഗം തരട്ടെ മോളെ എന്ന് പറയാൻ ഒരു പുരുഷൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ആരോടാ സലാം ചൊല്ലുക? അയൽപക്കത്തെ സൂറത്താത്തനെ കണ്ടപ്പോ സൂറത്താത്ത അസ്സലാമു അലൈക്കും, സൂറത്താത്താക്ക് സ്വർഗം കിട്ടട്ടെ, അവനവൻ നോക്കൊന്നുമില്ല. സലാം ചൊല്ലണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ, ഒരാൾ തന്റെ ഭാര്യയെ കാണുമ്പോൾ സലാം ചൊല്ലുകയും കൈ മുസാഫഹത്ത് ചെയ്യുകയും ചെയ്തു. എങ്ങനെ മുസാഫഹത്ത് ചെയ്യണ്ടേ? ഇങ്ങനെ മുസാഫഹത്ത് ഇങ്ങനല്ല, ഇങ്ങനെയല്ല. ഞാനൊരിക്കൽ റമളാൻ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു മൗലിയാരുണ്ടായില്ല. മൗലിയാർ ഞാൻ പറഞ്ഞുവല്ലോ, അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. എൻ്റെ കോലത്തിലൊക്കെ ഉള്ള വേഷം തേച്ചൊരു മനുഷ്യൻ്റെ അതിൻ്റെ ഇങ്ങനെ പിന്നെ പള്ളിൻ്റെ ഡോറിൽ ഇങ്ങനെ. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നാ കാണുന്നത്, പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അസ്സലാമു അലൈക്കും മൂപ്പരൊന്നും മുണ്ടില്ല. അപ്പം ഞാൻ ചെയ്ത് മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല. അസ്സലാമു അലൈക്കും ഒന്നുകൂടെ ഒച്ചത്തിൽ ചെയ്യും. അപ്പോഴായാലും മടക്കില്ല. ഞാൻ ഒന്നുകൂടി ചൊല്ലി അസ്സലാമു അലൈക്കും. കൈ കൊടുത്തു. കൈയെടുത്ത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വെക്കുമ്പോൾ അയാൾ ഇങ്ങനെ. അപ്പം അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന്. ജീവിതത്തിൽ അന്നാ ഞാൻ അയാൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ ഏത് ബേസിലുള്ള ദേഷ്യാന്ന് എനിക്കറിയില്ല. ഇത് കൽബിനെ ചേർക്കുന്ന. ഭാര്യനായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാ വീട്ടിൽ നിന്ന് പോകുന്നത് വിചാരിക്കുക. റസൂല കയറി ചെല്ലുമ്പോൾ സലാം ചെല്ലാൻ പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. ഹവേക്കല്ല സലാം. സലാം ചൊല്ലിയിട്ട് മുസാഫഹത്ത് ചെയ്താൽ നേരത്തെ പോകുമ്പോൾ ചീത്തറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാകാം. അത് ഇതുപോലെ സുൽഹാവും. ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കി, അടുത്തിരിക്കണ ആളൊന്ന് പിടിച്ചു നോക്കിയാണ്. ഇപ്പൊ ഭാര്യമാരെ പിടിക്കണ്ട, അപ്പൊ അടുത്തിരിക്കണ പിടിക്കും.
അടുത്തിരിക്കണ പിടിക്ക്, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ. ഈ കാക്ക പിടിക്കില്ലല്ലോ, നിങ്ങൾ എടുത്തിരിക്കണ കുഞ്ഞുമാരെ പിടിക്ക്. ഇങ്ങനെ പിടിച്ചാൽ ആത്മാർത്ഥമായി പിടിച്ചു ഞങ്ങൾക്ക് തോന്നും, കൽബ് ടച്ചാണ് അവര് തോന്നുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഭാര്യയ്ക്ക് സലാം ചൊല്ലി മുസാഫഹത്ത് ചെയ്ത് 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് മുതൽ പതിവാക്കിക്കോളൂ. വീട്ടിലേക്ക് കയറി ചെന്ന് ഭാര്യയ്ക്ക് സലാം ചൊല്ലി മുസാഫഹത്ത് ചെയ്തിട്ട് ആ മുസാഫഹത്ത് ഇങ്ങനെ വേർപിരിയുന്നതിന് മുമ്പ് 3 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം ചെയ്തിട്ട് ഭാര്യ വീട്ടിലേക്ക് പോവാണ്, ഇങ്ങനെ വേണ്ടി അല്ലേ? കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ പോവാ ഭാര്യ വീട്ടിൽ? കല്യാണത്തിന് അന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടാ ഭാര്യ വീട്ടിലേക്ക് പോവാ. ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങനെ പോലെ? നിങ്ങളെ നാട്ടിലെ ചെറുപ്പക്കാരല്ല കേട്ടോ, ഞാൻ കാണുന്ന കുറെ ചെറുപ്പക്കാരൻ. ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരാം. ഇതിന്റെ മുമ്പിന്റെ എനിക്കനെ കാണാൻ വേണ്ടി, ഇബ്രാഹിം രാജിക്കാനൊന്ന് കാണാൻ വേണ്ടി വന്നത് ഇതിന്റെ മുമ്പ് അല്ലെ. അള്ളാഹു പൂർണ്ണ ആരോഗ്യം കൊടുക്കട്ടെ. ഞാൻ അന്ന് കണ്ടതിനേക്കാളും ചെറുപ്പക്കാരനാണ്. ഇത് ഉഷാറ്. ഞാൻ വീട്ടിന്റെ മുറ്റത്ത് എത്തിയപ്പോൾ അഷ്റഫാജിനോട് പറഞ്ഞു, കാറിന്ന് ഇറങ്ങണേന് മുമ്പ് തന്നെ ഇബ്രാഹിം കാണാൻ നല്ല ചൊങ്കുണ്ടല്ലോ, നാളെ കണ്ടേക്കാളും നല്ല ഉഷാറുണ്ടല്ലോ. അപ്പൊ അല്ലാഹുവേ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ചില ആളുകൾ ദീനിനാവശ്യമുള്ള കുറെ ഉമറാക്കലുണ്ട്. അള്ളാഹുൽക്കൊക്കെ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ, എല്ലാ രോഗവും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടിട്ടാ വരുന്ന മൂപ്പരെ വീട്ടിൽ നിന്ന്. ഞാൻ അന്ന് അവരുടെ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു കുട്ടീൻ്റെ മോളെ കുട്ടിയല്ലേ, മരുമകളെ കുട്ടിയാണ്. മൂപ്പരുണ്ടായിരുന്നില്ല അന്നാടെ. മൂപ്പരിപ്പോ ഇവിടെ ഇല്ലേ? ഈ കുട്ടീൻ്റെ വാപ്പ. അന്ന് ഞാൻ ചെന്നപ്പോൾ ഇബ്രാഹിം ഹാജി ആ കുട്ടിയെ കാട്ടി എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇവൻ നടക്കില്ല, 5 വയസ്സോ 6 വയസ്സായിരുന്നു, 5 വയസ്സ് കഴിഞ്ഞു, ഇവൻ നടക്കില്ല, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. ഇന്ന് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇബ്രാഹിം ഹാജി ആ കുട്ടീനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അന്ന് നടക്കാത്ത കുട്ടിയാട്ടോ ഈ കുട്ടി, ഇന്നും നടക്കുന്നുണ്ട്. എന്തേ? ഈ കഴിഞ്ഞ ആഴ്ച നടക്കാൻ തുടങ്ങി അല്ലേ? എന്താ കഴിഞ്ഞ ഞായറാഴ്ച. ശനിയാഴ്ച മാണിയൂർ ഉസ്താദിൻ്റെ അടുത്ത് പോയി. ഉസ്താദിനോട് സ്വന്തം ഉസ്താദ് ഇപ്പോൾ അവിടെ 1000, 1500, 2000 ആൾക്കാരുണ്ടാകും. ഒന്നും കാര്യമായി പറയാനൊന്നും കഴിയൂലല്ലോ. എല്ലാവരോടും പറയാം വെള്ളം കുടിച്ചോളി എന്നോട് കൊടുക്കല. 3 മണിക്കൂർ മന്ത്രിക്കുന്ന വെള്ളമാണ്, 1 മണിക്കൂറല്ല. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് 3 മണിക്കൂറാണ് മന്ത്രിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് മന്ത്രിക്കണം, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. വലിയൊരു കസാലി, വലിയൊരു ടാങ്കാണ്. ആ ടാങ്ക് നിറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ മന്ത്രിക്കാം. മന്ത്രിച്ചാലൊന്നും ഫലമില്ല എന്ന് പറഞ്ഞ കുറേ മനുഷ്യന്മാരില്ലേ, ഓൽക്കൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് ഈ മഹാൻ. ഖുർആൻ ഓതിയിട്ട് മന്ത്രിക്കും, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് മന്ത്രിക്കും. ആ വെള്ളമാണ് ആളുകൾക്ക് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച അല്ലേ ഉസ്താദ് ഇവിടെ വരുന്നത്? ഈ ഞായറാഴ്ച ഉസ്താദ് ഇവിടെ വരുന്നുണ്ട്. ഉസ്താദ് മന്ത്രിച്ച തേൻ, ഇതേപോലെ 3 മണിക്കൂർ മന്ത്രിച്ച തേൻ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഉസ്താദിന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തു തരും. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വരാവുന്നതാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച മാനൂസാന്റെ അടുത്ത് പോയി ഉസ്താദിനോട് സ്വകാര്യമായിട്ട് കുറച്ച് ഹൃദയം വേദനിച്ചുകൊണ്ട് ഇബ്രാഹിം ഹാജി പറഞ്ഞു, ഉസ്താദ് ചില കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കുടിക്കാൻ വേണ്ടി കൊടുത്തു. ശനിയാഴ്ച പറഞ്ഞു, ഞായറാഴ്ച അത്ഭുതം ആ കുട്ടി നടക്കാൻ തുടങ്ങി. ഇബ്രാഹിം ഹാജിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അതാണ് മാണിയൂർ ഉസ്താദ്. അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഉസ്താദ് ദുആക്ക് നേതൃത്വം കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനോട് വരാനും നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാനും തൗഫീഖ് ചെയ്യട്ടെ. ആ മഹാനുഭാവൻ അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇവിടത്തെ ചെറുപ്പക്കാരെ കുറിച്ചല്ല. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കുറെ ചെറുപ്പക്കാർ എന്താ കല്യാണം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് കല്യാണം ചെയ്ത് ഇറങ്ങുക. ചിലത് പള്ളിയിൽ നടക്കും, ചിലത് വീട്ടിൽ നടക്കുക. ഏതാ നിക്കാഹ് ഏറ്റവും നല്ലത്? പള്ളിയിൽ വെച്ച് ചെയ്യല. ചില ആള് പറയും അത് എന്റെ ഉമ്മമാക്ക് കാണാനാണ്. നിക്കാഹ് ഏറ്റവും ശ്രേഷ്ഠം പള്ളിയിൽ വെച്ചാ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്നാൽ കുറെ അനർത്ഥങ്ങളില്ലാതെയാവും. ഇന്നത്തെ കാലം വീട്ടിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞിട്ട് ഉസ്താദ് പോകാനൊന്നും നേരില്ല. ഇപ്പൊ പഴയ കാലത്തൊക്കെ ഉസ്താദ് അങ്ങനെ പറയും. ഇന്ന് ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ആ പട ചണ്ടതാ മുടണ, പാട്ടുപാടുന്ന, ഡാൻസ് ചെയ്യുന്നു, സിനിമാറ്റിക് ഡാൻസുകളാണ് നിക്കാഹ് കഴിഞ്ഞ വേദികളിൽ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിക്കാഹുകൾ പള്ളിയിൽ വെച്ചാക്കിയാൽ നിക്കാഹിനോട് അനുബന്ധമായുള്ള ഒരുപാട് അനർത്ഥങ്ങൾ ഒഴിവായി കിട്ടും. സുന്നത്തും അതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിലേക്ക് പോവാൻ
ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത് എങ്ങനെയാണ്? ഈ ഉമ്മത്ത് ഈ സമുദായത്തെ ഏറ്റവും നല്ല മര്യാദ പഠിപ്പിച്ച മതാവിശുദ്ധതയെ, ഏറ്റവും നല്ല മര്യാദ പഠിപ്പിച്ച ദീനാണല്ലോ നമ്മുടെ ദീൻ. ഞങ്ങൾക്കറിയോ, പല അവസരത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് വേദനാജനകമായ രംഗം. ഒരിക്കൽ ഞാൻ ഒരു നിക്കാഹിന് വേണ്ടി ഒരു വീട്ടിൽ പോയിരിക്കാം. അപ്പൊ പുതിയാപ്പിള വരുമ്പോ അറിയല്ലോ, അറിയില്ലേ? നിങ്ങൾ കൊണ്ടാത്ത അറിയില്ലേ? പുതിയാപ്പിള 1 കിലോമീറ്റർ അപ്പുറത്തെത്തിയെന്ന് വിവരം അറിയും. ഫോൺ വിളിച്ച് പറഞ്ഞ അല്ലാതെ തന്നെ ചില കോലത്തിലൊക്കെ അറിയും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒരുക്കം. ഞാൻ ചോദിച്ചാൽ എന്താ എന്നോട് പുതിയാപ്പിള വരുന്നത്? എല്ലാവരും എഴുന്നേറ്റ് പുതിയാപ്പിളൊക്കെ സ്വീകരിക്കാനുള്ള ഭയങ്കര തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാനും അവിടെ പോയി. ഞാൻ പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് അവിടെ ഇരുന്നോളൂ. ഉസ്താദ് എന്താണ്? ഞാൻ ചോദിച്ചെന്താ? അല്ല നിങ്ങൾ അവിടെ ഇരുന്നോളൂ. ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഈ കുട്ടിയായി ഞാൻ ഇവിടെ ഇരിക്കാന്ന് വെച്ചു. എന്നോട് നിങ്ങളിപ്പാട് പോകണ്ട, നിങ്ങളിപ്പാട് പോയാൽ പ്രശ്നമാവും. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? എന്നോട് നിങ്ങളിപ്പാട് ഇരിക്കുക, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇരുന്നു. എല്ലാവരും പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ നിൽക്കുക. ഈ പെണ്ണിന്റെ വാപ്പ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഈ പുതിയാപ്പിളിനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പൊ ഇയാൾ 1-2 ആഴ്ച മുമ്പ് മോളെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ ഇടാൻ വേണ്ടി എന്ന് പറഞ്ഞ നല്ല ഡ്രസ്സ് ഇയാൾ വാങ്ങിച്ചു കൊണ്ടുപോയി വെച്ചതാണ്. ഈ പുതിയാപ്പിള വീട്ടിലേക്കാണ് കയറി. ഇയാളാണ് സ്വീകരിക്കുന്ന സമയത്ത് പുതിയാപ്പിളിന്റെ കൂടെയുള്ള ചെക്കന്മാര് ബബിൾ സ്പ്രേ അടിച്ചു. ഒരു യാതി വർണ്ണപ്പൊടിയില്ലേ, കളർ പൊടി ആണ് വിതറി. അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഡ്രസ്സും മുഖക്കാകെ വിവരണമായി കോലം കിട്ടും. ഈ പാവം പിതാവില്ലേ വീട്ടിനകത്ത് പോയി ഈ ഡ്രസ്സ് മാറ്റി പഴയ ഡ്രസ്സ് എടുത്തു വന്നിട്ട് ആ നിക്കാഹിന് പങ്കെടുത്തു. നിങ്ങൾ ആലോചിക്കണം എന്റെ ചെറുപ്പക്കാരെ, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത് എങ്ങനെയാ? സലാം ചൊല്ലിയാവണോ? വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത് സലാം ചൊല്ലിയ. പ്രത്യേകിച്ച് ഭാര്യ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ എപ്പോഴും സലാം ചൊല്ലണം. എന്തുകൊണ്ട്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് ഫ്രീ ആയി തന്ന ആളാ ഭാര്യ പിതാവ്, അല്ലേ? തലശ്ശേരിക്കടുത്തൊരു നിക്കാഹ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിതാവ് ഇങ്ങനെ കരയുന്നു. ഞാനിങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ, ഒരു വാപ്പ നിക്കാഹ് ചെയ്യുമ്പോ കരയേ? ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് എന്തോ സ്വർണത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്, സാമ്പത്തികമായ എന്തോ പ്രയാസമുണ്ട്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളുടെ കൈ പിടിച്ച് ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരഞ്ഞത്? സ്വർണത്തിന്റെ പ്രയാസം വല്ലതുണ്ടോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടോ? ഇയാൾ പറഞ്ഞു, ഇല്ല ഉസ്താദേ, എനിക്കാകെ 3 മക്കളാ, 2 ആൺമക്കളും 1 മോളും. ഈ മോൾക്ക് വേണ്ടി വിവാഹത്തിനുള്ള അറ ഞാൻ 2 കൊല്ലം മുമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇയാള് പറയാ, എന്റെ മോൾക്ക് ഞാൻ 100 പവൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെന്തിനാ ഞങ്ങളെ കരഞ്ഞത്? എന്നോട് പറഞ്ഞു, സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ കരഞ്ഞത്? ഇയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, 18 കൊല്ലം കണ്ണിന്റെ ഹിമ വെട്ടാതെ പൊന്നുപോലെ ഞാൻ നോക്കി എന്റെ പൊന്നുമോളെ 10 ദിവസം മുമ്പ് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് ഞാൻ പിടിച്ചു കൊടുത്തതാ. അവന്റെ സ്വഭാവം എന്താന്നറിയില്ല. എന്നിട്ട് അയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ ദാനമാ 18 കൊല്ലം പൊന്നുപോലെ വളർത്തുന്ന പൊന്നുമോളെ മറ്റൊരുത്തന്നെ പിടിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ ദാനമാണ്. ഏറ്റവും വലിയ ദാനോ പള്ളിക്ക് 10 സെന്റ് കൊടുക്കലല്ല, മദ്രസക്ക് ഒരു ബിൽഡിംഗ് കയറ്റി കൊടുക്കലല്ല. ഏറ്റവും വലിയ ദാനമാണ് തന്റെ കരളിന്റെ ഘട്ടം പോലെ സ്നേഹിക്കുന്ന പൊന്നുമോളെ അതുവരെ പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരന് പിടിച്ചു കൊടുക്കുക എന്നത്. ഇയാൾ പറയാ, അല്ലാഹു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആര് ചെയ്യാ? അതോർത്ത് ഞാൻ കരഞ്ഞു പോയതാണ് ഉസ്താദേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, കരൾ പറിച്ചു തരുന്ന പോലെ നമുക്ക് പൊന്നുമക്കളെ പറിച്ചു തരുന്ന ഭാര്യ പിതാവിന് ബബിൾ സ്പ്രേ ആണോ പകരം കൊടുക്കേണ്ടത്? വർണ്ണച്ചായങ്ങളാണോ പകരം കൊടുക്കേണ്ടത്? ആ പിതാവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചണ്ട കൊട്ടിയിട്ട് വീട്ടിന്റെ അകത്തളത്തിൽ വെച്ച് കൂത്താടലാണോ ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരം? ഭാര്യ പിതാവിന്റെ ഭാര്യയുടെ വീട്ടിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള കട്ടിൽ ചവിട്ടി പൊളിക്കുക, അവിടെയുള്ള കടക്ക് പിച്ചു ചീന്തുക, അവിടെയുള്ള ഫാൻ നശിപ്പിക്കുക, AC-യുടെ കംപ്രസർ ഊടിക്കൊണ്ടുപോവുക. തരം പഠിപ്പിച്ചത് ഏത് ദീനാണ് എന്റെ സഹോദര? ഏത് ദീനാണ്? ഏത് ദീനാ ഈ തമ്മാടിത്തരം പഠിപ്പിച്ചത്? ഏത് ദീൻ? സംസ്കാരം. ജോലിയോ? വേറെ തന്റെ ഹൃദയത്തിൽ കുത്തിയിട്ടാണ് നിന്റെ ജോലി?
വേറൊരുത്തന്റെ അഭിമാനത്തിൽ കുത്തിയിട്ടാണോ നിന്റെ ജോലി തമാശ? എന്റെ തമാശ, എന്റെ തമാശ എന്നല്ല പറയാ, അതിന് പറയുന്നത് അക്രമമെന്ന അതിന്റെ പേര്. അതിന്റെ തമാശ എന്ന് പറയില്ല, തമാശ എന്ന് പറയില്ല, അതിന്റെ പേര് അക്രമെന്ന. പടച്ച റബ്ബി സമുദായത്തിന് ബോധം തരട്ടെ. അല്ലാഹുവേ ബോധം തരണേ റബ്ബേ.